നമുക്ക് പല വിധത്തിലും പണം നഷ്ടപ്പെടുന്നുണ്ട്. ഭവന നിർമ്മാണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അമിതമായ സ്ത്രീധനം നൽകിയുള്ള ചെലവേറിയ വിവാഹം. ഈ സന്ദർഭത്തിൽ നേരത്തെ അവിവാഹിതരായ ചെറുപ്പക്കാരെ സൂക്ഷിക്കാൻ പറഞ്ഞിരുന്നു. അവർ ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരിക. അടുത്തുള്ളവരെ അവരെ സസ്നേഹം എഴുന്നേൽപ്പിക്കുക. അവരെല്ലാം സ്റ്റേജിലേക്ക് നിങ്ങൾ ആനയിച്ചു കൊണ്ടുവരിക. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരാൾ മറഞ്ഞു നിൽക്കുന്നു. ഇപ്പൊ നിങ്ങളെ വിളിച്ച കാര്യമുണ്ട്. വിളിച്ചത് അത് കയ്യിൽ നിന്ന് വെക്കുക. വിളിച്ചത് എന്താണെന്ന് പറഞ്ഞാല് ഇവരൊക്കെ പെൺകുട്ടികളുള്ളവരാ, സുമുഖരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള നല്ല ജോലിയുള്ള ചെറുപ്പക്കാരെ കാണുമ്പോൾ ഇവർക്കൊക്കെ തോന്നും എൻ്റെ പെങ്ങളെ കെട്ടിച്ചാലോ, അല്ലെങ്കിൽ നിങ്ങൾ അയൽക്കാരൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിൻ്റെ മക്കളെ കെട്ടിച്ചാലോ എന്നൊക്കെ തോന്നും അവർക്ക്. എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ ഒരു വിൽപ്പന ചരക്കാണോ? ആണോ? നിങ്ങൾ വിൽപ്പന ചരക്കല്ല. നല്ല ജോലിയുള്ള ചുറുചുറുക്കുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള സുമുഖരായിട്ടുള്ള ചെറുപ്പക്കാരാണ് അല്ലേ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ വിൽപ്പന ചരക്കല്ല എന്ന്? തീർച്ചയായും. അതെ. വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ഉപ്പ നിങ്ങളുടെ അടുത്ത് വരികയാണ്. വന്നിട്ട് പറയണം, എൻ്റെ മകളുടെ ഭർത്താവ് ആകുവാൻ വേണ്ടി നിന്നെ ഞാൻ വിലക്ക് മേടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? വിലക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ പൈസ തരുന്ന, നിങ്ങളുടെ അദ്ദേഹത്തിന്റെ മകളെ ഭാര്യയായി നിങ്ങൾക്ക് തരുവാൻ വേണ്ടി അദ്ദേഹം പണം തരാന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇല്ല 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 സമ്മതിക്കില്ല. നിങ്ങളെ തയ്യാറാണ്. അപ്പോ മഹർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മഹർ? അതാണല്ലോ കൊടുക്കേണ്ടത്. അല്ല, അത് കൊടുക്കുന്നത് നിർബന്ധമായിട്ടുള്ളതല്ലേ. ഞാൻ നിങ്ങളെ വിലക്ക് മേടിക്കുന്ന കാര്യമാണ് ചോദിച്ചത്. മഹർ നിങ്ങൾ കൊടുക്കേണ്ടതാ. അപ്പൊ എന്ത് സംഭവിക്കും? ഉറപ്പാണോ? ഉറപ്പാണോ? വിൽപ്പന ചരക്കല്ല. എന്താ പേര്? ഹക്കീം അവിടെ പോയിരിക്കുക. ഹക്കീം ഞാനൊരു വിൽപ്പന ചരക്കാണെന്നാ പറയണ. പിന്നെ അതെ, അഥവാ ഇപ്പൊ ഇവിടുന്ന് ഇനി പെങ്ങളുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കെട്ടിക്കാണ്ട് ഇവിടുന്ന് ഇതിലുള്ള ഏതെങ്കിലും ചെറുപ്പക്കാര് ഹക്കീമിന്റെ പിന്നെ 2 പെങ്ങന്മാരെ കെട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്ത്രീനല്ലാതെ എല്ലാവരും കേൾക്കണം. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെട്ടിച്ചു കൊടുത്തു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നടത്തുന്ന എല്ലാ പ്രോഗ്രാമിലും ഇതുപോലെ കുറെ ആളുകളെ ഞാൻ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ ഇതിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് പറയും. എവിടെ? നാട്ടില് കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയില് എത്രയോ ആളുകൾ ഇവിടെ കേട്ടിരിക്കുന്നുണ്ട്, പെൺമക്കളുള്ളവര്. അപ്പൊ എന്ത് തീരുമാനിക്കുന്നു? ആഗ്രഹം. ഓക്കെ, അവിടെ ഒരു സംശയം ഉണ്ടല്ലോ. തീരുമാനിച്ചു. ഇനി ആർക്കെങ്കിലും സ്ത്രീനെ മേടിച്ചേ കിട്ടൂ എന്നുണ്ടെങ്കിൽ അവിടെ പോയിരിക്കുക പ്ലീസ്. സ്ത്രീനെ മേടിച്ചേ കിട്ടൂ എന്നുള്ള വല്ല ആശയക്കാരുണ്ടെങ്കിൽ അവിടെ പോയിരുന്നുള്ളൂ. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഇതുവരെ അറിയില്ല. എന്താ പേര്? ജംഷീറിന് സ്ത്രീധനം എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയില്ല.
എന്താ എത്ര 5 പവൻ മഹർ കൊടുത്താൽ ഒരു 30-35 കിട്ടാൻ ആഗ്രഹമുണ്ട്. 30-35 കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ അവിടെ പോയിരുന്നോളൂ. ഒരു ഇദ്ദേഹത്തിന് 5 പവൻ മഹർ മേടിച്ചാൽ 35 പവൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഇയാളെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളവരുടെ കാര്യം എന്താ തീരുമാനമുണ്ടോ? ഇപ്പൊ ഇവിടെ പ്രതിജ്ഞ ചെയ്യാനാ പോകുന്ന. ഇതാ ഇവിടെ ലോകം മുഴുവൻ കാണുകയാണ്. പ്രതിജ്ഞ ചെയ്യാൻ താല്പര്യം അതല്ല, പ്രതിജ്ഞ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ ചെയ്യുക. എവിടെ ചെയ്തതാണ് അടുത്ത് പ്രതിജ്ഞ ചെയ്തതാണ്. എന്നാ വീണ്ടും ചെയ്യാം. വീണ്ടും ചെയ്യാം. അല്ല, പ്രത്യേകിച്ചും ഫോക്കസിന്റെ പ്രവർത്തകരാണെങ്കിൽ എനിക്കറിയാം അധികം ആളുകളും സ്ത്രീനെ മേടിക്കാതെ വിവാഹം കഴിക്കാൻ സന്നദ്ധമായിട്ടുള്ളവർ തന്നെയാണെന്ന് എനിക്കറിയാം. എങ്കിലും ഈ സദസ്സിന്റെ മുമ്പിൽ നിങ്ങളത് പറയുമ്പോൾ മറ്റു പലർക്കും അതൊരു വലിയൊരു ഇൻസ്പിറേഷനായി വരും. അതുകൊണ്ടാണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ തീരുമാനിച്ച കാര്യമാണ്, നിങ്ങളൊക്കെ തീരുമാനിച്ചാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്കൊരു പ്രതിജ്ഞ ചെയ്തൂടെ? മേടിക്കാൻ തീരുമാനിച്ചിട്ട് മേടിക്കാതിരിക്കുക. ഖത്തറില് KMCC നടത്തിയൊരു പ്രോഗ്രാമില് ഇതുപോലെ ഇത്രയും ആളുകൾ വന്നിട്ട് ഒരാള് പ്രതിജ്ഞ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ഒരു എഴുത്ത് കൊണ്ടുവന്ന് തന്നു എന്നോട്. സാർ ഇതൊന്ന് ഇവിടെ അനൗൺസ് ചെയ്യണം. എന്താന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് അദ്ദേഹം സ്ത്രീധനം വാങ്ങിച്ചു വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം വാങ്ങിച്ച സ്ത്രീധനം അദ്ദേഹത്തിന് ഫാദർ ഇൻ ലോക്ക് തിരിച്ചു കൊടുക്കാമെന്ന് രേഖാമൂലം എഴുതി തരിക ചെയ്തത്. അദ്ദേഹം ഇപ്പോഴും എന്നെ ബന്ധപ്പെടാറുണ്ട്, അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രതിജ്ഞ ചെയ്യാം. മൈക്രോഫോൺ ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മതി. ചോദിച്ചു വാങ്ങുന്നുള്ള ഒരു നിലപാട് പറഞ്ഞല്ലോ. അപ്പോൾ അതല്ല ഇപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്നത് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അല്ലെങ്കിൽ എൻ്റെ അയൽവക്കത്ത് ഒരു കുട്ടിക്ക് സ്ത്രീധനം കൊടുത്തു, ഒരു 50 പവൻ കൊടുത്തു. അപ്പോൾ അടുത്ത വീട്ടുകാരൻ പറയാം, അയ്യോ അവർക്ക് അത്രയും കൊടുത്തല്ലോ, നമ്മുടെ മോളെ കുറച്ച് കൊടുക്കാൻ പാടില്ല, 60 പവൻ അല്ലെങ്കിൽ 50 പവൻ അല്ലെങ്കിൽ 100 പവൻ കൊടുക്കണം. ആ ഒരു ഇലൂഷൻ, അതെന്താ പറയാ, ആ ഒരു ഇതാണ് ഇപ്പൊ സമൂഹത്തിന് മുന്നിൽ. അതായത് അനുകരിക്കുക. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരാളുടെ വീടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ മേലെ വീട് വെക്കണം എന്നുള്ള ഒരു. എന്റെ പേര് സനോജ്. ഈ വിഷയം സുദീർഘമായിട്ട് ഞാൻ സ്പർശിക്കുന്നുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞേക്കാളും ചോദിച്ചു മേടിക്കുന്ന അതിനേക്കാളും കൂടുതൽ ആണ്. അതെ, അത് ഞാൻ സ്പർശിക്കുന്നുണ്ട്. അതെ, അത് സ്പർശിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ അതേ വിഷയം ഞാൻ സ്പർശിക്കുന്നുണ്ട്. സമൂഹത്തിലുള്ള മറ്റുള്ളവരെ അനുകരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ സ്പർശിക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത് വാങ്ങുന്ന ഒരിക്കലും അതല്ല, അവിടെയല്ല പ്രശ്നം. സ്ത്രീധനം എന്ന് പറയുന്നതിന്റെ ഞാൻ പറയുന്ന നിർവചനം അതല്ല. ഞാൻ പറയുന്ന പ്ലീസ് സ്ത്രീധനം എന്ന് പറയുന്നതിന്റെ ഞാൻ പറയുന്ന നിർവചനം അതല്ല. ഞാൻ പറയുന്ന നിർവചനം, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വാപ്പയും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. നീ ഇത്രയും പവൻ സ്വർണം മേടിക്കാതെ ഒരു കല്യാണം കഴിക്കരുത് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദുബൈയിലൊരു പരിപാടി നടക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഒരു കാര്യം അന്വേഷിച്ച് തന്നപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് പറയാണ്, നമുക്ക് ചില ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്, 150 പവനും 10 ലക്ഷവും ഒരു കാറും വരെ എത്തിയിട്ടുണ്ട്. ഇത് വന്ന ആളോട് പറയണം. അല്ലാതെ പിന്നെ ആൺകുട്ടി എന്താണെന്നോ അവന്റെ യോഗ്യത എന്താണെന്നോ അവന്റെ ജോലി എന്താണെന്നോ അല്ല ചോദിക്കുന്നത്. ഓഫർ വന്നതിനെ പറ്റിയിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അന്വേഷിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതിയാണ് നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും നീചമായിട്ടുള്ള കാര്യമാണ്. ഇതുകൊണ്ട് എത്രയോ കുടുംബങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അതിന് അതായിട്ട് തന്നെ കാണണം. നിർബന്ധപൂർവം എനിക്ക് ഇത്ര കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആൺകുട്ടികളുടെ പിതാക്കളും വിവാഹം കഴിക്കുമ്പോൾ പെൺകുട്ടികളെ അന്വേഷിച്ച് നടക്കുന്ന സ്വഭാവം എന്നേക്കുമായി മാറ്റണം.
അതിപ്പോ നിങ്ങൾ വിചാരിക്കും ഇവിടെ 10-15 പേര് ചെയ്തുകൊണ്ട് മാറുമെന്ന്. മാറും. ഈ 15 പേര് അങ്ങനെ തീരുമാനിച്ചാൽ ഇവിടെ ഇരിക്കുന്ന 15 പേരുടെ പെൺമക്കൾക്ക് ഒരു നല്ല ജീവിതം കിട്ടുകയാണ്, സന്തോഷത്തോടു കൂടി ജീവിതം. വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ് കിട്ടുന്നത് ശാപത്തിന്റെ പണയാണ്. നിങ്ങൾ എത്രയോ ആളുകളെ പരിശോധിച്ച് നോക്കിയോ, അത് കുരുത്തം കിട്ടില്ല, ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. എത്രയോ ആളുകൾക്ക് കിട്ടിയത് നശിച്ചു പോയ ചിത്രം, ലോട്ടറി അടിച്ച പൈസ എത്ര ആളുടെ കയ്യിലാ കാണാം. അത് കുറെ കഴിയുമ്പോഴേക്ക് മാഞ്ഞു പോകും. എന്നതുപോലത്തെ ഇതും ബർക്കത്തില്ലാത്ത പൈസയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയം കളയണ്ട, തീരുമാനിക്കല്ലേ. ഞങ്ങൾ ഇതുവരെ ശ്രവിച്ച ക്ലാസ്സിൽ നിന്ന് സ്ത്രീധനം എന്ന നമ്മുടെ സമൂഹത്തിലെ അതിനീചമായ ഒരു സാമൂഹ്യ വിപത്തിനെ മനസ്സിലാക്കുകയും അതിന്റെ ഫലമായി ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം വാങ്ങിക്കാതെ വിവാഹം കഴിക്കുമെന്ന് ഈ സദസ്സിനെ സാക്ഷിയായി അള്ളാഹുവിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹു അക്ബർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. എനിക്കിതിന് പങ്കില്ല. നാളെ നിങ്ങളത് തെറ്റിച്ചാൽ അതിനുള്ള ശിക്ഷ എനിക്കല്ല, ഈ സദസ്സിലിരിക്കുന്ന ഒരു മുഴുവൻ സാക്ഷിയാണ്. നിങ്ങളുടെ ഫോട്ടോ ഇവിടെ പകർത്തിയിരിക്കുന്നു, വീഡിയോ പകർത്തിയിരിക്കുന്നു. വേണമെങ്കിൽ സംഘാടകർ നിങ്ങളെ വിളിച്ച് അഡ്രസ്സും ചോദിക്കും. അപ്പൊ എനിക്ക് ഈ സദസ്സിനോട് പറയാനുള്ളത്, സാമാന്യം ഭേദപ്പെട്ട ജോലിയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള സുമുഖരായിട്ടുള്ള 10-15 സഹോദരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് അനുയോജ്യമായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാൻ നിങ്ങളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സിഗരറ്റ് വലിക്കുന്നവർ എത്ര പേരുണ്ട്? ആരായിരുന്നു കൈ ഉയർത്തിയിട്ടുണ്ടായിരുന്നു? സിഗരറ്റ് വലിക്കുന്നവരെ എനിക്കൊന്ന് കാണണം പ്ലീസ്. 6 പേരാണ് ഉണ്ടായിരുന്ന. 6 പേര്. ആരെങ്കിലും സിഗരറ്റ് വലിയ നിർത്തിയോന്ന് എനിക്കറിയില്ല. നേരത്തെ 6 പേര് കൈ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മുന്നോട്ട് വരിക പ്ലീസ്. സ്റ്റേജിലേക്ക് വരിക. സിഗരറ്റ് വലിക്കുന്നവർ സ്റ്റേജിലേക്ക് വരിക. അവിടെ ബാക്കിലുണ്ട് 6 പേരുണ്ടായിരുന്നു. എവിടെ മറ്റുള്ളവര്? പ്ലീസ്. ഞാൻ നേരത്തെ ഇത് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അടുത്തുള്ള ആളുകള് ഈ ആളുകളെ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളെ വിളിച്ചത് ഒരു കാര്യം, ഒരു അനുഭവം നിങ്ങളെ മുമ്പിൽ പറയാനാണ്. ഞാൻ കഴിഞ്ഞ വർഷം 2012 പലതവണ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോകാൻ ഇടവന്നിരുന്നു. അവിടെ കണ്ട ഒരു അനുഭവം, ധാരാളം ക്യാൻസർ അസുഖങ്ങൾ വരും. അതില് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് സിഗരറ്റ് വലി കൊണ്ടാണ്. 75% ചാൻസ് ക്യാൻസർ വരാനുണ്ട് സിഗരറ്റ് വലിക്കുന്നവർക്ക്. 75% ചാൻസാണ്. അങ്ങനെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അടിത്തറ മുഴുവൻ നശിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയത് മുഴുവനും, നമ്മളുടെ സുഹൃത്തുക്കൾ തരുന്നത് മുഴുവനും മതിയാവത വരും ചികിത്സിക്കാൻ. മാത്രമല്ല, സിഗരറ്റ് വലി കൊണ്ടുണ്ടാവുന്ന ക്യാൻസർ ഏറ്റവും വൈകിയ വേളയിലേ തിരിച്ചറിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അസുഖം വരാനുള്ള സാധ്യത നിങ്ങൾക്കൊക്കെ വളരെ കൂടുതലാണ്. അത് വന്നാൽ എന്തുണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായിരിക്കും നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അങ്ങനെ ഒരു ക്യാൻസർ രോഗിയാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടോ? സിഗരറ്റ് പാക്കറ്റ് കയ്യിലുണ്ടോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അത് ഒഴിവാക്കണം. എന്താ ഒഴിവാക്കൂ? വലിച്ചെറിയൂ? ഓക്കെ, ഒഴിവാക്കാൻ തീരുമാനിച്ചോ? എൻ്റെ പ്രിയ സഹോദരങ്ങള്, ഈ 3 പേര്, 6 പേര്, നേരത്തെ തന്നെ 6 പേരിൽ 3 പേര് സിഗരറ്റ് വലി, 6 പേരിൽ
6 പേരിൽ 3 പേര് സിഗരറ്റ് വലി ഓൾറെഡി ഉപേക്ഷിച്ചുകൊണ്ട് അവരിവിടെ വന്നിട്ടില്ല. സിഗരറ്റ് വലി തുടരുന്ന 3 ആളുകൾ ഈ സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. അവർ തീരുമാനിച്ചിട്ടുള്ളത്, പ്രധാനമായിട്ട് തീരുമാനിച്ചത്, ക്യാൻസർ രോഗം എന്ന് പറയുന്ന അതിദാരുണമായ ആ ഒരവസ്ഥ അവർക്കുണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ പ്രാർത്ഥിക്കുക, ഈ 2 സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും അത്തരം അസുഖം വരാതിരിക്കട്ടെ എന്ന്. അതുകൊണ്ട് 3 പേർക്ക്, അതുകൊണ്ട് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നേക്കുമായിട്ട് സിഗരറ്റ് വലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവരത് നിങ്ങളെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുകയാണ്. ചെയ്തൂടെ? ഈ നടന്ന ക്ലാസ്സിൽ നിന്ന് സിഗരറ്റ് വലി ക്യാൻസർ രോഗം വരുവാൻ ചാൻസ് നൽകുന്ന ഒരു പ്രവൃത്തിയാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ സിഗരറ്റ് വലി എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുവാൻ ഈ നിമിഷം ഈ സദസ്സിന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു ഞങ്ങളുടെ പ്രതിജ്ഞ യാഥാർത്ഥ്യമാക്കുവാൻ സഹായിക്കണമെന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അവിടെ പോയിരിക്കുക. സന്തോഷം. താങ്ക് യു. മറ്റൊരു പ്രശ്നം, സ്ത്രീധനം മാത്രമല്ല, ഈ വിവാഹത്തിനും നമ്മൾ അമിതമായിട്ട് പൈസ ചെലവാക്കണം. അതുമാത്രമല്ല, വേറൊരു കാര്യം, ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത്, ആ വിവാഹം കഴിഞ്ഞ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും കുടുംബങ്ങൾ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5-6 കുടുംബങ്ങളുടെ വേരുകളുടെ ശാഖകൾ മുഴുവൻ ഇവരെ വിരുന്നിന് വേണ്ടി ക്ഷണിക്കുകയാണ് ചെയ്യുക. ഈ വിരുന്നിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ അവരിങ്ങനെ കൊടുത്താൽ നമ്മളെങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ള നിലയ്ക്ക് എല്ലാവരും കൊടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? പാവപ്പെട്ടവരുണ്ടാവും, സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുണ്ടാവും, അങ്ങനെയുള്ളവർ മുഴുവൻ ഇത് കൊടുക്കാൻ നിർബന്ധിതരായിത്തീരും. ഈ വിരുന്നുകളുടെ ഉദ്ദേശം എന്താണ്? എന്താ വിരുന്നുകളുടെ ഉദ്ദേശം? പരിചയപ്പെടല്. പക്ഷെ ആ പരിചയപ്പെടൽ മാത്രം അതിൽ നടക്കില്ല. കാരണം സദ്യ ഇങ്ങനെ ഒരുക്കി വെക്കുന്ന സമയത്ത് വധൂവരന്മാർ വരും, വന്ന് അത് കഴിച്ച് അവരങ്ങ് പോകും. അതിന് പകരം നമ്മളെ ബന്ധുക്കൾ ആരൊക്കെ ഉണ്ടോ അവരെ വീട്ടിൽ ഈ വധൂവരന്മാർ കയറി ചെന്ന് എല്ലാവരുമായിട്ട് ഇരുന്ന് പരിചയപ്പെട്ട് സന്തോഷം ചെലവാക്കുക. ഒരു സുലൈമാനി ആണെങ്കിലും ആ വീട്ടിൽ ഒന്നിച്ചിരുന്ന് കുടിക്കുക. അതിലെന്തൊരു സുഖം ഉണ്ടാവും. ഇതിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ മകൻ്റെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെയും കുടുംബങ്ങളിൽപ്പെട്ട എല്ലാ പേരുകളിലും വിരുന്നുകൾക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ വിരുന്നുകൾക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒരേ ആളുകൾ തന്നെ വരുന്നത്. ഈ ഭാര്യനെയും ഭർത്താവിനെയും വരനെയും വധുവിനെയും തന്നെയാണ് ഇവർ കാണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് മുഴുവൻ. പക്ഷേ എത്ര വലിയൊരു ബാധ്യതയാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കി തീർക്കുന്നത്. ഇത് ശരിയാണ് എന്നുള്ള അഭിപ്രായമുള്ളവരൊന്ന് കൈ ഉയർത്തിയട്ടെ. സൽക്കാരം ശരിയാണെന്നുള്ള അഭിപ്രായമുള്ള ഓക്കെ. അപ്പോ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് അത് ശരിയാണ്, അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം ശരിയാണെന്ന് അഭിപ്രായമുള്ളവർ ആരും ഇവിടെ അല്ല എന്നാണ് ഞാൻ കാണുന്നത്. എന്നാൽ നിങ്ങൾക്കൊക്കെ മക്കളുണ്ട്. അവർ കല്യാണം കഴിച്ചാൽ വിരുന്ന് നടത്താതിരിക്കാൻ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? പറ്റും, ചെയ്യും. എൻ്റെ 2 ആൺകുട്ടികളെ കല്യാണം കഴിച്ചു. 2 മക്കളെ ഞാൻ കല്യാണം കഴിച്ചിരുന്നു. കല്യാണം കഴിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനൊരു സൽക്കാരം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിരുന്നു. സൽക്കാരം നടത്തുകയാണെങ്കിൽ 100 വീട്ടിൽ സൽക്കാരത്തിന് പോകണം. പക്ഷേ ആളുകൾ പറഞ്ഞു
ഇത് നടക്കുന്ന കാര്യമല്ല, ഇത് കോഴിക്കോട് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അവസാനം അത് നടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വളരെ നന്നായിരുന്നു, അങ്ങനെ ചെയ്ത് വളരെ നന്നായി എന്ന് ആളുകൾ അഭിപ്രായപ്പെട്ടു. അപ്പം നമ്മൾ പൂച്ചക്കാർ മണി കെട്ടും എന്നുള്ളതാണ് പ്രശ്നം. അവിടെയും വരുന്ന പ്രശ്നം എന്താണ്? നമ്മളെ അടുത്ത വീട്ടിൽ ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടന്നത്, അപ്പം നമ്മൾ ചെയ്യാതിരുന്നാൽ എന്തു തോന്നും എന്നാണ് നമ്മുടെ പ്രശ്നം. ഈ പ്രശ്നങ്ങളാണ് നമ്മളെ പ്രശ്നത്തിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഫോക്കസിൻ്റെ പ്രവർത്തകരായതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കും. പ്രസിഡന്റ് മുമ്പിലുണ്ട്. ഇതിനു വേണ്ടി ഇവിടെ എല്ലാവരും തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞാനൊരു പ്രതിജ്ഞയൊന്നും ചെയ്യിക്കുന്നില്ല, പക്ഷെ ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ്സായിട്ട് ഓർമ്മപ്പെടുത്തണം. അങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണത്തിന് വേണ്ടി നാട്ടിൽ പോകുമ്പോൾ അവർ വിളിച്ചു വരുത്തി ഒന്ന് ഓർമ്മപ്പെടുത്തുക, ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുക. ഇങ്ങനെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നിഷ്പ്രയാസം സാധിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മളൊക്കെ വിചാരം, മലയാളികളായിട്ട് നമ്മളെ വിചാരം വളരെ സ്മാർട്ടാണെന്നാണ്. നമ്മൾ ആർക്കും ചതിക്കാനോ തോൽപ്പിക്കാനോ പറ്റില്ല എന്നുള്ള ധാരണയുള്ളവരാണ് നമ്മളൊക്കെ. എന്നാൽ എല്ലാ തട്ടിപ്പുകളുടെയും ഈറ്റില്ലമാണ് കേരളം. മണി ചെയിൻ, നാനോ എക്സൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വിവിധതരം ലോട്ടറികൾ. ഇവിടെ തന്നെ എന്തെല്ലാം ലോട്ടറികളാണ്, തേക്ക് മാഞ്ചിയം ആട്, ഓർക്കിഡ് മുതലായത്. ഇതൊക്കെ ചെലവാവണ സ്ഥലം കേരളമാണ്. എന്താണ് ഇത് ചെലവാവാൻ കാരണം? അത്യാഗ്രഹം. പ്രവാസിയുടെ കുടുംബങ്ങൾക്ക് ധാരാളം പണം നഷ്ടപ്പെടുന്നുണ്ട്. ചിലർ പറയും, ചിലർ ഭർത്താവിനോട് പോലും പറയില്ല, അതും സംഭവിക്കുന്നുണ്ട്. അപ്പം അത് സൂക്ഷിക്കുക. പൊന്താത്ത ഇൻഷുറൻസ് പോളിസിയിൽ ചേരുക. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മളെത്തി, നമ്മുടെ അടുത്ത ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലെത്തി ഇൻഷുറൻസ് ഏജന്റുമാരാണ്. ഇവരെ വന്നു കഴിഞ്ഞാൽ ചില കഥകളങ്ങ് പറയും. എൻ്റെ ഒരു കസിൻ മരിച്ചിട്ട് നാട്ടിലെ ഡെഡ് ബോഡി കൊണ്ടുപോയ സമയത്ത് 2 കോർണറിൽ 2 ഇൻഷുറൻസ് ഏജന്റുമാർ പരസ്യമായ രഹസ്യം പറയാണ്. ഒരാൾ പറയുന്നു, ഇത് ചാവക്കാടായിരുന്നു, പാവർട്ടിയിൽ ഒരാള് കുറേ കാലം അയാളുടെ പിന്നിൽ ഞാൻ നടന്നു. അവസാനം അയാളൊരു 3-4 വർഷം മുമ്പ് ഒരു പോളിസി എടുത്തിരുന്നു. 50 ലക്ഷം ഉറുപ്പിയുടെ പോളിസി എടുത്തിരുന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ വന്നത് ഇതുപോലെ പെട്ടിയില. 2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ പെട്ടിയിൽ വന്നു. ഇപ്പൊ അയാളെ ഭാര്യയും മക്കളും എന്ത് സുഖമായിട്ടാ ജീവിക്കണ. ഇതങ്ങ് പറഞ്ഞു കേൾക്കുമ്പോൾ പിന്നിൽ പേടിയാ, നീ നാളെ ഞാനും ചിലപ്പോൾ വെട്ടിയിൽ വരും, എൻ്റെ ഭാര്യനെ മക്കളെ സുഖിപ്പിക്കാം എന്നുള്ള തോന്നലാണ് ഉടനെ ഉണ്ടാവുന്നത്. ഈ ഒരു ചിത്രം ആദ്യം. പിന്നൊരു രൂപം വേറെ തരത്തിലാണ്. ഗുരുവായൂര് കഴിഞ്ഞ മാസം ഒരാള് പെട്ടിയിൽ വന്നു. ഞാൻ അവിടെ പോയി കണ്ടതാ. പക്ഷേ അയാളെ പിന്നിൽ ഞാൻ ഒരു 4 വർഷം നടന്നിട്ട് പോളിസി എടുത്തില്ല. ഇപ്പൊ ഭാര്യയും കുട്ടികളൊക്കെ സ്ഥിതി കാണണം, മഹാകഷ്ട. ഇത് രണ്ടും അങ്ങ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് എന്താ ഇപ്പം ഞാൻ ചെയ്യേണ്ടത്? പറഞ്ഞാൽ കടലാസ് ഒപ്പിടുക, ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി. അപ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. എത്ര അടക്കണ്ട? അത് ഒരു സമയം 1 ലക്ഷം റുപ്യ അടച്ചാൽ മതി എന്ന്. അത് പറഞ്ഞാൽ ഭയങ്കര ഖുഷിയായി. നമ്മൾ ഇല്ലാത്ത പണം മേടിച്ച് അതിൽ ചേരും. ഇവിടെ വന്നാലാണ് 6 മാസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗഡുവ് അടക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് വരുമ്പോഴാണ് അറിയുന്നത് എല്ലാ 6 മാസം കൂടുമ്പോഴും അടക്കണമെന്ന്. ഇങ്ങനെ പൊന്താത്ത ഇത് തന്നെ എങ്ങനെ ഉണ്ടാക്കിയിട്ട് അടച്ചിട്ടുള്ളത്? ധാരാളം ആളുകൾ ഇങ്ങനെ പോളിസികൾ എടുത്ത് നഷ്ടപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകും. ഇവിടെ ചിലർ മിണ്ടാതിരിക്കുകയാണ്. അതിൽ പെട്ടിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. കാരണം എനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് ധാരാളം കോൾസ് കിട്ടാറുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ സൂക്ഷിക്കുക. നിങ്ങൾ പോളിസി എടുക്കണമെങ്കിൽ എടുത്തോളൂ, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കഴിവിന് അനുസൃതമായ അടക്കാൻ പറ്റുന്ന വിധത്തിലുള്ളത് മാത്രം എടുക്കുക. നാട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഞാൻ പലരും എയർലൈനിന് വലിയ സംഖ്യ കൊടുത്തിട്ട് സാധനം കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ കൊണ്ടുപോകണമെന്ന് ചോദിക്കും ഞാൻ. അപ്പോൾ പറയും നമ്മൾ കുട്ടികൾക്ക് കുറച്ച് സാധനം മേടിച്ച. അപ്പോൾ എന്താ മേടിച്ചത്? 10-20 ഷോപ്പിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളാണെന്ന് പറയും.
10-20 ഷോപ്പിൽ നിന്ന് 10 ദിർഹംസിന് റിയാലിന് മേടിക്കുന്ന സാധനത്തിന് 1 കിലോ തൂക്കുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ് കൊടുക്കേണ്ടി വരിക? 50 റിയാല്. അപ്പോൾ അതിൻ്റെ വില എന്തായി? 60 റിയാലായി. അവിടെ പോയിട്ട് തുറക്കുമ്പോഴേക്ക് സാധനം കേടുവരികയും ചെയ്യും ചിലപ്പോൾ. ഇന്ന് ഇന്ത്യയിൽ കിട്ടാത്ത ഒരു സാധനമല്ല. എന്തിനതൊക്കെ ചെയ്യണത്? നമ്മുടെ നാട്ടിൽ പോയിട്ട് നമ്മുടെ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുത്ത എത്ര നന്നു. അത് ചെയ്തുകൂടെ? അത് നമ്മൾ ചെയ്യില്ല. അങ്ങനെ കുറേ പണം നഷ്ടപ്പെടും. നമ്മുടെ കുടുംബത്തിൻ്റെ ചെലവുകൾ നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണം, വസ്ത്രം, ആഭരണം, യാത്ര, ടെലിഫോൺ, വൈദ്യുതി, ചികിത്സ, വിദ്യാഭ്യാസം, വിരുന്നുകൾ, ജനനം, മരണം, ആഘോഷങ്ങൾ, ഇതൊക്കെ ഞാൻ കുറക്കെ പറഞ്ഞു. ഇതിലെനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, പ്രവാസികൾക്ക് വേണ്ടി ഇത്തരം ക്ലാസ്സുകൾ നടത്തുമ്പോൾ സാധാരണ പറയാറുള്ളൊരു പരാതി, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരുടെ കുടുംബങ്ങൾ ചെലവാക്കുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ കുടുംബങ്ങൾ ചെലവാക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ശരിയാണോ? അതായത് പ്രവാസികളായ നമ്മളുടെ കുടുംബങ്ങൾ നാട്ടിൽ ജോലി ചെയ്ത് ജീവിച്ച് കുടുംബം പുലർത്തുന്ന കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിന് വേണ്ടി ചെലവാക്കുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മളുടെ കുടുംബങ്ങളൊക്കെ ചെലവാക്കുന്നത്. ചിലർ പരാതി പറയാറുണ്ട്. അത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. എല്ലാവരും ജനറലായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ജനറലി പറയുമ്പോൾ ശരിയാണ് അല്ലേ? ഈ ശരിയാണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മൾ അയച്ചു കൊടുക്കുന്ന പണം നമ്മളുടെ കുടുംബങ്ങൾ അമിതമായി ചെലവാക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് അതിനെ നമുക്ക് നിയന്ത്രിച്ചുകൂടാ? അതിനാരാ നിയന്ത്രിക്കേണ്ടത്? നമ്മൾ തന്നെയല്ലേ. അപ്പോൾ ആ പരാതിയല്ല നമ്മൾക്കുണ്ടാവേണ്ടത്. നമ്മളുടെ കുടുംബത്തിൻ്റെ ചെലവുകളെ നിയന്ത്രിക്കേണ്ട ചുമതല നമുക്കാണ്. ഇനി നമ്മൾ പ്രവേശിക്കുന്ന സമ്പാദ്യം. എന്താണ് സമ്പാദ്യം? എന്താ സമ്പാദ്യം? നമ്മൾ നേടിയെടുക്കുന്ന അല്ല, എന്താ സമ്പാദ്യം? നമ്മുടെ ചെലവ് കഴിച്ച് ബാക്കി വരുന്നത് മനസ്സമാധാന സമ്പാദ്യം. നാളേക്ക് വേണ്ടി നമുക്ക് വന്നു ചേരുന്നു. അതല്ല ഇവിടെ പറഞ്ഞത്. ചെലവ് കഴിച്ച് ബാക്കി വരുന്നതാണ് സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് അതിന്റെ നിർവചനം. പക്ഷെ നമുക്കത് സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് സാധിക്കാത്ത? ചെലവ് കൂടിയത് കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല. ഈ ചോദ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരികൾക്കും ബാധകമാണ്. നിങ്ങൾ മനസ്സിലെങ്കിലും അതിന് ഉത്തരം പറയുക. ചെലവുകളുടെ ആധിക്യം കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നാണ് പരാതി, അല്ലേ? എങ്കിൽ നമ്മളുടെ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ ആദ്യം മാറ്റിവെക്കുക. ബാക്കിയുള്ളത് ചെലവാക്കാൻ തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ സമ്പാദിക്കാൻ പറ്റുമോ? പറ്റും. എത്ര പേർക്ക് പറ്റും എന്നുള്ള അഭിപ്രായമുണ്ട്? കുറേ ആളുകളുണ്ടല്ലോ. ഇതെന്താ? ഇപ്പൊ കുറച്ചു നേരത്തെ നിങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞ? ചെലവുകളുടെ ആധിക്യം കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്ന്. ഇപ്പം പറയുന്നു ആദ്യം സമ്പാദ്യം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവർ ചെലവാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സമ്പാദിക്കാൻ പറ്റുന്ന പറഞ്ഞ, അല്ലേ? അതിനോട് ബന്ധപ്പെടുത്തി വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നാട്ടില് പലതവണ ഭരണാധികാരികള് പ്രവാസികൾ അയക്കുന്ന പണത്തിന് ടാക്സ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പൊ ദുബൈയിലൊക്കെ ശമ്പളം നിർബന്ധമായിട്ട് ബാങ്കിൽ വരണം എന്നുള്ള അവസ്ഥയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇവിടെയും അങ്ങനെ വരുന്നത്. ഇവിടെ GCC കൺട്രീസ് തീരുമാനം എടുക്കുന്നു, നമുക്ക് തരുന്ന ശമ്പളത്തിൽ നിന്ന് 20% ഗവൺമെന്റ് എടുത്ത് ബാക്കിയുള്ളതേ തരുള്ളൂ, ബാങ്ക് ഡിഡക്റ്റ് ചെയ്യും, ടാക്സ് അറ്റ് സോഴ്സ് TDS പിടിക്കും എന്നൊരു തീരുമാനം എടുത്താൽ 20% കഴിച്ചേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ.
അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ ഈ സദസ്സിലുള്ള എത്ര പേര് നാട്ടിലേക്ക് തിരിച്ചു പോകും? ഈ സദസ്സിലുള്ള എത്ര പേര് നാട്ടിലേക്ക് തിരിച്ചു പോകും? ഒന്ന് കൈ ഉയർത്തി കാണട്ടെ. ഒരാള് എന്താ പേരെന്താ പ്രായമുണ്ട്? കഴിഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ പോകേണ്ട ആളാ. അപ്പോ അദ്ദേഹത്തിന് അതിൽ കണക്കിൽ പെടുത്ത, കാരണം ഇപ്പൊ തന്നെ പോകാൻ തീരുമാനിച്ച ആളാണ്. 50 വയസ്സായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇത് നമ്മൾ കണക്കിൽപ്പെടുത്തേണ്ട കാര്യമല്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചത് എന്താണ്? 20% കുറച്ചാലും പോവില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? നിങ്ങൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ എന്താണ്? ചെലവിന്റെ ആധിക്യം കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്ന്. അതേ ആളുകൾ ഇപ്പൊ പറയുന്നു 20% മാറ്റി വെച്ചാലും ഞങ്ങൾ ഇവിടെ ജീവിക്കും എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെ ജീവിക്കുന്നതാണ് എന്റെ ചോദ്യം. കുറക്കും, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും അല്ലേ? വർക്ക് ചെയ്യും. അല്ലെങ്കിൽ അതിപ്പോ ഇപ്പൊ വർക്ക് ചെയ്തൂടെ? അതിപ്പോ തന്നെ തുടങ്ങിക്കൂടെ? എന്താ 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 അപ്പൊ തീരുമാനിക്കുന്നത് എന്താണ്? ജീവിത ചെലവ് എന്നുള്ളതാണ് തീരുമാനം. എന്നാല് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്നൊരു തീരുമാനം എടുക്കുക. ടാക്സ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും അടുത്ത മാസം മുതൽ 20% ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഭാവനയിൽ കാണുകയും 20% അടുത്ത മാസം മുതൽ മാറ്റിവെക്കാനും തീരുമാനിച്ചാൽ പറ്റുമോ? എല്ലാവർക്കും പറ്റുമോ? പറ്റും. അങ്ങനെ ശബ്ദം പോരാ. പറ്റും. ഉറപ്പാണോ? ഉറപ്പ്. പറ്റാത്തവര് ഇരിക്കുക, പറ്റുന്നവര് എഴുന്നേറ്റ് നിൽക്കുക. അപ്പൊ അവിടെ ഇരുന്നവരാരുമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കൊക്കെ പറ്റില്ലേ? നിങ്ങളുടെ ബാധകല്ല? പറ്റില്ല. പറ്റും. അപ്പോ അല്ല, നിന്നവരിരുന്നല്ലോ കുറെ ആളുകൾ. എഴുന്നേറ്റ് നിൽക്കുമല്ലോ അവരും. നിന്നവരൊക്കെ എഴുന്നേറ്റ് വന്നോളൂ. ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ വലിയൊരു തീരുമാനം നമ്മൾ എടുക്കുന്നത്. ആ തീരുമാനം എന്താണ്? അടുത്ത മാസം മുതൽ 20% നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് സമ്പാദിക്കുമെന്നുള്ള തീരുമാനം എടുക്കുന്നത് അല്ലേ? ഇത് ഞാൻ നിങ്ങൾ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കണം. ഈ പ്രതിജ്ഞ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. നാളെ ഈ പ്രതിജ്ഞക്കനുസരിച്ച് നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ ഈ പ്രതിജ്ഞ ചെയ്ത നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് പ്രതിജ്ഞ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇരിക്കാം. ഓക്കെ, നമുക്കൊന്ന് പറയാം കഴിയുന്നത്ര ശബ്ദത്തില്. ഞങ്ങൾ ഇതുവരെ കേട്ട ക്ലാസ്സിൽ നിന്ന് 20% ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് സമ്പാദിക്കുവാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെട്ടതിനാൽ അടുത്ത മാസം മുതൽ ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് 20% സമ്പാദിക്കുകയും ആ മാസം തന്നെ അത് പ്രത്യേകമായ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുകയും അത് ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിക്ഷേപമാക്കി മാറ്റുകയും ചെയ്യുമെന്ന് ഈ സദസ്സിനെ സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. ഇത് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തെങ്കിലും ഇനിയുള്ള പ്രോസസ്സ് അത്ര എളുപ്പമല്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മിതവ്യയം പിശുക്കും പാടില്ല. അമിതവ്യയവും പിശുക്കും പാടില്ല. മധ്യമാർഗം നമ്മൾ സ്വീകരിക്കണം. മധ്യമാർഗം, ഓരോരുത്തരുടെ മധ്യമാർഗം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ തീരുമാനിക്കണം. അതിനോടൊപ്പം
നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ സ്പർശിക്കുന്നത്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഒരുങ്ങുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ അത് കേൾക്കുക. എന്നിട്ട് നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. അതാദ്യത്തെ കാര്യം. മറ്റൊരു കാര്യം, ഞാനത് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് കരുതി, ഞാനത് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് കരുതി നമ്മളൊന്നും ചെയ്യാതിരിക്കുക. മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. നേരത്തെ വേറൊരാൾ പറഞ്ഞു, അടുത്തുള്ളവർ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യാതിരിക്കുക. മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ആലോചിക്കുക. പ്രിയ സഹോദരങ്ങളെ, അക്ഷരാർത്ഥത്തില് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ നോക്കി നമ്മളിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതേ സംഭവം ഉണ്ടാവുക. ഇതൊക്കെ നമ്മളുടെ നല്ല സമയത്ത് നമ്മളൊപ്പം പലരും ഉണ്ടാവും. അവസാനം നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ വന്നാൽ നമ്മുടെ നിഴല് മാത്രമേ നമുക്ക് സഹായമായിട്ടുണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കുക. ചില അച്ചടക്കം നമുക്കുണ്ടാവണം. ഇപ്പം നമുക്കൊക്കെ ധാരാളം വസ്ത്രങ്ങളുണ്ട്, വീട്ടുപകരണങ്ങളുണ്ട്, പല സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ വാങ്ങിച്ച പലതും നമ്മൾ അപൂർവമായേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പം നമ്മളുടെ വാർഡ്രോബിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വസ്ത്രങ്ങളുണ്ടാവും. നമ്മൾ പണം കൊടുത്ത് മേടിച്ചതാണ്. പക്ഷെ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ പലതിനും നമ്മളെ കയ്യെത്തില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ബാധകമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞ പല സാധനങ്ങളും നമുക്ക് വാങ്ങിച്ചിട്ടുള്ളത് പെട്ടി പോലും പൊളിക്കാതെ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ടാവും. ഇതും സാധാരണ സംഭവിക്കുന്നതാണ്. നമ്മളൊക്കെ പ്രത്യേകിച്ചും സഹോദരികൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ വലിയൊരു ലിസ്റ്റായിട്ടാണ് പോവുക. ഒരൊറ്റ സഹോദരികളും ആ ലിസ്റ്റിൽ പറഞ്ഞ സാധനം മാത്രം വാങ്ങിച്ച് വീട്ടിലേക്ക് വരാറുണ്ടാവില്ല. എന്തെങ്കിലും കുറേ സാധനങ്ങൾ മേടിക്കും. അതുപോലെ തന്നെ ഒരു ടൂത്ത് പേസ്റ്റ് മേടിക്കണം എന്ന് പറഞ്ഞാൽ പോയ ആള് ചിലപ്പോൾ ഒരു ഷാമ്പു അതിനോടൊപ്പം കെട്ടിവെച്ചത് മേടിച്ചിട്ടാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് കെട്ടിവെച്ചിട്ടുള്ളത്? ഷോപ്പ് കീപ്പറുടെ സ്റ്റോറിൽ അത് കുറേ എക്സ്ട്രാ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ പണം മുടങ്ങിയിരിക്കുക. അപ്പോൾ മനോഹരമായത് കെട്ടിവെച്ചിട്ട് 5 പൈസ കുറച്ചാൽ നമ്മളത് മേടിച്ച് നമ്മളെ സ്റ്റോറിൽ കൊണ്ടുവന്ന് വെക്കുക. ഷാമ്പു നമുക്കപ്പോൾ ആവശ്യം ഉണ്ടാവില്ല, എങ്കിലും മേടിച്ചു കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെ ഷോപ്പുകാരനെ സഹായിക്കുന്നു. അയാളെ സ്റ്റോറ് എം ടി ആക്കുന്നു, അതിന് പൈസ കൊടുക്കുന്നു, നമ്മൾ പൈസ കൊടുത്ത് അത് നമ്മുടെ സ്റ്റോറിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഇതും സംഭവിക്കുന്നു. അപ്പം നമുക്ക് പലപ്പോഴും ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെയാണ് നമ്മൾ പലതും മേടിക്കുക. അങ്ങനെ മേടിച്ച് നമ്മൾ വെച്ചിരുന്നാൽ എന്തു സംഭവിക്കുന്നു? അനാവശ്യമായിട്ട് നമ്മളെ പണം നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് പലപ്പോഴും നമ്മളൊക്കെ ഇത് മേടിച്ചതിന് ശേഷം പിന്നീട് തോന്നുക, ഇത് എന്തിനാ ഞാൻ മേടിച്ചു എന്ന് തോന്നും. അത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, എന്തും വാങ്ങുന്നതിന് മുമ്പ് ഇതെനിക്ക് അനുയോജ്യമാണോ അത്യാവശ്യമാണോ എന്ന് ആലോചിക്കുക. ഇതിനും പുറമെ നിങ്ങൾ 20% മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ബഹുഭൂരിപക്ഷം ആളുകളുടെയും കുടുംബം നാട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലേക്ക് കഴിഞ്ഞ മാസങ്ങളിൽ അയച്ചതുപോലെ അയക്കാൻ പറ്റില്ല. 20% കുറച്ചേ അയക്കാൻ പറ്റുള്ളൂ. അതിൽ ഒതുങ്ങുന്ന ചെലവ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിന് കുടുംബ ബഡ്ജറ്റ് വേണം. കുടുംബ ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത സംഖ്യയിൽ നമ്മളെ ചെലവുകളെ ഒതുക്കുക എന്നുള്ളതാണ്. 5000 തരം ശമ്പളം കിട്ടുന്ന ആളാണെങ്കിൽ 20% മാറ്റിവെച്ചാൽ 4000 അവശേഷിക്കുന്നു. ആ 4000-ൽ നമ്മളെ ചെലവുകളെ ഒതുക്കുക എന്നുള്ളതാണ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളൊരു ശീലം നമ്മൾ കെട്ടിപ്പടുക്കണം. അതിനോടൊപ്പം നമുക്ക് മറ്റൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളൊക്കെ പറയും 10 പൈസ പോലും അനാവശ്യമായിട്ട് ചിലവാക്കാറില്ല എന്നാണ് നിങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടുക. അതേസമയം നമ്മുടെ ചെലവുകളെ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ധാരാളം ചെലവുകൾ നമ്മൾ അനാവശ്യമായത് ചെയ്യുന്നുണ്ടെന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെലവ് നിയന്ത്രണ പട്ടിക എന്ന് പറയുന്ന ഇത് പോക്കറ്റിൽ വെക്കുക, ഒരു ചെറിയ കടലാസ്.
അതിന് ദിവസം ചെലവുകൾ എഴുതുക. അത് എഴുതിയതിന് ശേഷം അത്യാവശ്യം, ഓപ്ഷണൽ, വേസ്റ്റ് എന്ന് 3 കോളങ്ങളുണ്ട്. അത്യാവശ്യമായിട്ട് തോന്നുന്നത് ആദ്യത്തെ കോളത്തിലും, നിർബന്ധമല്ലാത്ത ചെലവാണെന്ന് തോന്നുന്നത് 2ാമത്തെ കോളത്തിലും, അനാവശ്യമാണെന്ന് തോന്നുന്നത് 3ാമത്തെ കോളത്തിലും രേഖപ്പെടുത്തിയാൽ, അങ്ങനെ നമ്മളത് ചെയ്തു തുടങ്ങിയാൽ എന്തുണ്ടാവും? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ധാരാളം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ 1000 ദിർഹം എല്ലാ മാസവും സമ്പാദിക്കുന്നതും കൂടെ എഴുതി വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു മാസം നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ ഒരൊറ്റ അനാവശ്യമായ ചെലവും ഒരൊറ്റ നിർബന്ധമല്ലാത്ത ചെലവുകളും ചെയ്യുകയില്ല എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്തു വെച്ചാൽ, ഫാമിലി ബഡ്ജറ്റ്, അതിനോടൊപ്പം സാമ്പത്തികമായ ചെലവുകളെ അനലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെലവുകളെ കൃത്യമായി നിയന്ത്രിക്കുവാൻ സാധിക്കും. ഇവിടെ ധാരാളം സ്ത്രീകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു പ്രധാന കാര്യം സ്ത്രീകളോടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഭർത്താവിൻ്റെ വരുമാനം, ഭർത്താവിൻ്റെ സമ്പത്ത്, നിക്ഷേപം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഭാര്യ അറിഞ്ഞിരിക്കണം. ഭാര്യമാര് ഭർത്താവിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം നിക്ഷേപ സംബന്ധമായിട്ടുള്ള രേഖകൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ ഒരു കോപ്പി സൂക്ഷിച്ചിരിക്കണം. പ്രത്യേകിച്ചും കുടുംബം ഇവിടെ ഇല്ലാത്തവരാണെങ്കിൽ. അതിനോടൊപ്പം വേറൊരു കാര്യം, എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മുടെ നിക്ഷേപങ്ങൾക്ക് നോമിനി വെച്ചിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. നമ്മുടെ നാട്ടിൽ 22,000 കോടി റുപ്പിക വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉടമസ്ഥരില്ലാതെ കിടപ്പുണ്ട്. അതൊരു നിശ്ചിത കാലം കിടന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിലേക്ക് പോവുകയാണ് ചെയ്യുക. ആർക്കും കിട്ടാതെ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഭർത്താവിൻ്റെ നിക്ഷേപങ്ങളെപ്പറ്റി പരിശോധിക്കുകയും അതിന് കിട്ടേണ്ടത് വരുമാനവും ലാഭവും മറ്റൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം അവർ ചെയ്യുക. ഒരു അനുഭവം എനിക്കുണ്ടായത് സൗദി അറേബ്യയിൽ സംഭവിച്ച ഒരു റിപ്പോർട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സമദ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ മരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം പേപ്പറിൽ വന്ന കാര്യമായതുകൊണ്ട് ഞാൻ പേര് പറയണം, അതല്ലെങ്കിൽ പേര് പറയുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷഹീര ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരോട് പറഞ്ഞത്, ഈ മരിച്ച വ്യക്തിയെ ഇവിടെ തന്നെ മറവ് ചെയ്തോളൂ, നാട്ടിലേക്ക് അയക്കണ്ട, പക്ഷേ വല്ല ഇൻഷുറൻസോ മറ്റുള്ള കുടിശ്ശിക കിട്ടാണ്ട് അത് മേടിച്ച് ഉടനെ വീട്ടിലേക്ക് അയക്കണം. ഇത് മാധ്യമത്തിൽ ഞാൻ വായിച്ചതാണ്. ഫേസ്ബുക്കിൽ ആരൊക്കെ ഇട്ടിരുന്നു, അതിങ്ങനെ വിതരണം നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബന്ധങ്ങൾ എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. മറ്റേ കാര്യം പറഞ്ഞെങ്കിലും അതിനോട് ചേർത്ത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രവാസി ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ സമ്പാദിക്കുന്നത് നമ്മുടെ പേരിൽ തന്നെ ആവണം. നമ്മൾ സമ്പാദിക്കുന്നത് നമ്മുടെ പേരിൽ തന്നെ ആവണം. നോമിനി കൊടുക്കണം എന്നെല്ലാം പറഞ്ഞു. നമ്മുടെ കാലശേഷം അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് അത് പോകും. അത് പോകുന്നത് വരെ അത് നമ്മുടെ കയ്യിൽ തന്നെ വേണം എന്നുള്ളതും അടിവര ഇട്ട് പറയുന്നു. അതിന് ധാരാളം കാരണങ്ങൾ, അനുഭവങ്ങൾ മുമ്പിലുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നതുപോലെ നമ്മൾ സമ്പാദിക്കാൻ തീരുമാനിച്ച സംഖ്യ ഞാൻ പറഞ്ഞത് ബാങ്കിലേക്ക് മാറ്റാൻ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാണ്. അതിൻ്റെ ഉദ്ദേശം ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് ജീവിക്കാനല്ല. പണം സുരക്ഷിതമായി സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ തീരൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ അത് സുരക്ഷിതമായിട്ടിരിക്കൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പറഞ്ഞു പോകും. അത് ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ദേശീയ സമ്പാദ്യ പദ്ധതിയിൽ ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ ഡെപ്പോസിറ്റാണ്. പണം സുരക്ഷിതമായി സൂക്ഷിക്കുന്ന സംവിധാനമാണ്. പലിശ സ്വീകരിക്കാത്തവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാങ്ക് തരുന്നത് പോലും നമ്മുടെ പണത്തിന് വന്നിരിക്കുന്ന മൂല്യശോഷണവും പോലെ നഷ്ടപ്പെടുന്ന, മൂല്യശോഷണം വഴി നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗികമായ നഷ്ടപരിഹാരം മാത്രമേ ആവുന്നുള്ളൂ ഈ തന്നാലും.
അതുകൊണ്ട് നമ്മൾ ബാങ്കിൽ പണം ഇട്ട് വെച്ചാൽ അത് തേയ്മാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം നിക്ഷേപം എന്താണെന്നും കൂടെ മനസ്സിലാക്കണം. നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പണപ്പെരുപ്പത്തിൻ്റെയും ടാക്സിൻ്റെയും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പണത്തിനുണ്ടാവുന്ന നഷ്ടം പരിഹരിച്ച് അതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന ആദായം കിട്ടുന്ന സംവിധാനത്തെയാണ് നിക്ഷേപം എന്ന് പറയാൻ സാധിക്കുന്നത്. പണം വളരാനാണ് നമ്മളത് ചെയ്യുന്നത്. ശോഭനമായ ഭാവി നമുക്കുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു, അതിനു വേണ്ടിയാണ് അത് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു സന്തോഷകരമായ ഒരു ജീവിതം നമുക്കുണ്ടാവുള്ളൂ. പണപ്പെരുപ്പവും സമ്പാദ്യവും കൂടി കൂട്ടിയിണക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഏകദേശം 9% പണപ്പെരുപ്പമുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 25 ലക്ഷം ഉറുപ്പികയ്ക്ക് ഇന്നുണ്ടാക്കാൻ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു വീട് 30 വർഷത്തിന് ശേഷം നിർമ്മിക്കുകയാണെങ്കിൽ 3,30,00,000 ഉറുപ്പിക വേണ്ടി വരും. 9% പണപ്പെരുപ്പം വെച്ച് കണക്കൂട്ടുമ്പോൾ. അതായത് ആ 25 ലക്ഷം ഉറുപ്പിക നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ, ഒരു മാന്യമായ റിട്ടേൺ കിട്ടുന്ന നിക്ഷേപമാണെങ്കിൽ ഏകദേശം 6 കോടി ഉറുപ്പിക നിങ്ങൾക്ക് ലഭിക്കും. 6 കോടി ഉറുപ്പിക ലഭിച്ചാൽ 3,30,00,000 വീടുണ്ടാക്കാനും സാധിക്കും, 2,70,00,000 കൊണ്ട് സുഖമായിട്ട് ജീവിക്കാനും സാധിക്കും. അതുകൊണ്ട് 2 കാര്യവും ചെയ്യാൻ സാധിക്കുന്നു. ഇനി നിക്ഷേപ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട്, ഓഹരി, ചിട്ടി, ഇൻഷുറൻസ്, സ്വർണം, പലതരത്തിൽ നിക്ഷേപിക്കാം. സ്വർണത്തിൽ കൃഷി, ഭൂമി, കെട്ടിടം, കച്ചവടം, ചെറുകിട വ്യവസായം, ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ സംഖ്യകളായി പണം സ്വരൂപിക്കുകയും ആ സ്വരൂപിക്കപ്പെട്ട പണം ഓഹരികളിലും മറ്റും നിക്ഷേപിക്കുകയും ചെയ്ത് അതിൽ നിന്നുള്ള ആദായം നിക്ഷേപകർക്ക് നൽകുന്ന സംവിധാനത്തെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പേരുള്ള റിസർവ് ബാങ്കിന് തുല്യമായ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പണം കട്ടുകയോ മോഷ്ടിക്കുകയോ ചെയ്ത് കൊണ്ടുപോവില്ല എന്ന് നമുക്ക് ധൈര്യത്തോടു കൂടി ഇരിക്കാൻ സാധിക്കും. ഇത് പലതരമുണ്ട്. ക്ലോസ്ഡ് എൻഡ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് വളരെ അപൂർവമേ ഇപ്പോൾ ഉള്ളൂ. ചില പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമേ നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. ഓപ്പൺ എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വർക്കിംഗ് ഡേയ്സിലും നിക്ഷേപിക്കുവാനും നിക്ഷേപം തിരിച്ചെടുക്കുവാനും സാധിക്കുന്ന സംവിധാനമാണ്. ഈക്വിറ്റി ഫണ്ട് എന്ന് പറയും. ഓഹരികൾ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടിനെ ഈക്വിറ്റി ഫണ്ട് എന്ന് പറയും. ബാലൻസ് ഫണ്ട് എന്ന് പറഞ്ഞത് ഈക്വിറ്റിയിലും ഓഹരിയിലും കടപത്രങ്ങളിലും നിക്ഷേപിക്കുന്നതിന് ബാലൻസ് ഫണ്ട്, കടപത്രങ്ങളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഡെപ്റ്റ് ഫണ്ട്, കറൻസി മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ഫണ്ടുകളും ഉണ്ട്. ശരിയ ഫണ്ടും ഇന്ന് ഇന്ത്യയിലുണ്ട്. ശരിയ ഫണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിക വീക്ഷണത്തിൽ അനുവദനീയമായ കമ്പനികളുടെ ഓഹരികളിൽ മാത്രം നിക്ഷേപിക്കുന്ന സംവിധാനമുള്ള മ്യൂച്വൽ ഫണ്ടിനെയാണ് ശരിയ ഫണ്ട് എന്ന് പറയുക. ഇതിൽ ഗ്രോത്ത് ഓപ്ഷൻ, ഡിവിഡൻഡ് ഓപ്ഷൻ, ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷനുകളുണ്ട്. ഗ്രോത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിക്ഷേപത്തിൻ്റെ വാല്യൂ വർദ്ധിക്കും. ഡിവിഡൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ലാഭം ഉണ്ടാകുന്നോ അത് ലാഭവിഹിതമായിട്ട് നമുക്ക് തരും. മൂന്നാമത് പറയുന്നത് അങ്ങനെ തരുന്ന ലാഭവിഹിതം ആ സമയത്തുള്ള പ്രൈസ് വെച്ചുകൊണ്ട് നമുക്ക് അഡീഷണൽ യൂണിറ്റായി അതിൽ ആഡ് ചെയ്യും. അതാണ് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ ചേരാൻ ഏറ്റവും ചുരുങ്ങിയത് 1000 ഉറുപ്പിക മുതൽ എത്ര വേണമെങ്കിലും ചേരാം. മാക്സിമത്തിന് ലിമിറ്റില്ല. 4000 ഉറുപ്പിക വരെ ചേരാൻ പാൻ കാർഡ് ഇല്ലാതെ ചെയ്യാം. ഒരു മാസത്തിൽ 4000-ൽ കൂടുതൽ പ്രതിമാസം ചെയ്യുകയാണെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. പാൻ കാർഡ് എടുക്കുവാൻ വേണ്ടി 2 ഫോട്ടോ, നിങ്ങളുടെ പാസ്പോർട്ട് ഫോട്ടോ കോപ്പി വിസയോടുകൂടി, നിങ്ങളുടെ അഡ്രസ് പ്രൂഫിന് വേണ്ടി ഇവിടെയുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നാട്ടിലെ NRE NRO അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ ഉണ്ടെങ്കിൽ പാൻ കാർഡ് എടുക്കുവാൻ സാധിക്കും. ജിയോജിത്ത് അലോലയുടെ ഓഫീസുകൾ ഇവിടെ ഉണ്ട്, അവിടുന്ന് അത് ചെയ്യാൻ സാധിക്കും. യൂണിറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും NAV അടിസ്ഥാനപ്പെടുത്തിയാണ്. NAV എന്ന് പറയുന്നത് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്
നമ്മുടെ നിക്ഷേപം നടത്തിയ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടോട്ടൽ ആസ്തിയെ എത്ര യൂണിറ്റുകളുണ്ടോ അതുകൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഫിഗറാണ് NAV എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ചില മ്യൂച്വൽ ഫണ്ടുകൾ 10 വർഷം മുമ്പ് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ 10 ഇരട്ടിയായി 10 ലക്ഷമായ അനുഭവങ്ങളുണ്ട്. റിലയൻസ് ഗ്രോത്ത് ഫണ്ട്, HDFC ടോപ്പ് 200, ഫ്രാങ്ക്ലിൻ പ്രൈമ ഫണ്ട്, ഇങ്ങനെയുള്ള ഫണ്ടുകൾ 10 വർഷം കൊണ്ട് 10 ഇരട്ടിയിൽ കൂടുതലായിട്ടുണ്ട്. ശരിയ ഇൻഡെക്സ് എന്ന് പറയുന്നത് 2 തരം ഫിൽറ്ററിംഗ് ഉപയോഗിച്ചാണ് അത് ഏതാണെന്ന് കണ്ടെത്തുന്നത്. ബാങ്കിങ്, മദ്യം, മനുഷ്യർക്ക് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ്, പാൻ മസാല മുതലായവത്, ഹോട്ടൽ, TV ചാനലുകൾ, പരസ്യം, ഇങ്ങനെയുള്ള സേവനങ്ങളിൽ ബന്ധപ്പെട്ട അത്തരം കമ്പനികൾ ആദ്യം ശരിയ ഇൻഡെക്സിൽ വരില്ല, അതിനെ ഒഴിവാക്കുന്നു. പിന്നീട് ചില കമ്പനികൾ, IT കമ്പനികൾ, സിമെൻറ്റ് കമ്പനി, സ്റ്റീൽ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ ശരിയ അടിസ്ഥാനത്തിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നതല്ലേ, അല്ലേ? പക്ഷെ അതും നിക്ഷേപിക്കാൻ പറ്റാത്തതായി വരും. ചില IT കമ്പനികൾ ധാരാളം ക്യാഷ് ഉണ്ടായിരിക്കും. ആ ക്യാഷ് അവർ ഹ്രസ്വകാല നിക്ഷേപങ്ങളാക്കി കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ധാരാളം ഇൻട്രസ്റ്റ് ഇൻകം അവർക്ക് വരും. അത് അനുവദനീയമല്ല. അപ്പോൾ ചിലപ്പോൾ IT കമ്പനി അനുവദനീയമല്ലാതെ വരും. ചില സമയത്ത് സിമെൻറ്റ് കമ്പനി, സ്റ്റീൽ കമ്പനി അനുവദനീയമല്ലാത്തതായി മാറും. അവർക്ക് ക്യാപിറ്റലിൽ ഒരു ഭാഗം കടപത്രങ്ങളായിരിക്കും. അപ്പോൾ ധാരാളം ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കമ്പനികളും അനുവദനീയമല്ല. അങ്ങനെ എല്ലാവിധത്തിലും ശരിയ അടിസ്ഥാനത്തിൽ അനുവദനീയമല്ലാത്ത കമ്പനികളെ മാറ്റി നിർത്തി അനുവദനീയമായ കമ്പനികൾ മാത്രം ഉൾക്കൊള്ളിക്കുന്നതാണ് ശരിയ ഫണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ശരിയ ഫണ്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇന്നുള്ള റിലയൻസ്, ITC, ഹിന്ദുസ്ഥാൻ ലിവർ, ഭാരതി എയർടെൽ, ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ, ഡോക്ടർ റെഡ്ഡീസ്, വിപ്രോ, സിപ്ല, അൾട്രാടെക് കെമിക്കൽ, മാരുതി സുസുക്കി, ഏഷ്യൻ പെയിൻറ്റ്, BHEL, ഹീറോ മോട്ടോഴ്സ്, നെസ്ലെ, ഗെയിൽ ഇന്ത്യ, അംബുജ സിമെൻറ്റ്, ലുബിൻ, ടൈറ്റാൻ ഇൻഡസ്ട്രീസ്, ACC, കോൾഗേറ്റ്, ഗ്ലാക്സോ, ഗോദ്രേജ്, ഡാബർ ഇന്ത്യ, ഡേവിസ് ലാബ്, മാംഗ്ലൂർ റിഫൈനറി, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, CSC, മക്ഡോണൾഡ് റസൽ, ബയോകാൺ, ഹവൽ ഇന്ത്യ, വോൾട്ടാസ്, മൈൻട്രീ, എമാമി, തെർമാക്സ്, ബാറ്റ ഇന്ത്യ, MRF, പെഡിലൈറ്റ്, ABB, കാസ്ട്രോൾ ഇന്ത്യ, ക്രോംപ്ടൺ ഗ്രീവ്സ്, സെയിൽ, ടെക് മഹേന്ദ്ര, കാഡില ഹെൽത്ത്, അപ്പോളോ ഹോസ്പിറ്റൽ, ടാറ്റ ഗ്ലോബൽ, കുമിൻസ് ഇന്ത്യ, സീമെൻസ്, സീസഗോവ. ഇന്ത്യയിലെ ഏറ്റവും ശ്രേഷ്ഠമായ കമ്പനികളൊക്കെ തന്നെ ശരിയ ഇൻഡെക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കമ്പനികളിലാണ് നിക്ഷേപിക്കുന്നത്, ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓഹരികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത്തരം കമ്പനികൾ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. അത് വിശദമായിട്ട് പറയും. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ഏറ്റവും റിസ്ക് കുറഞ്ഞ, ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് ചെയ്യാവുന്ന 2 മാർഗമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, SIP എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ചെറിയ സംഖ്യ 1000 ഉറുപ്പിക മുതൽ എത്ര വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ സംഖ്യ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് എടുക്കുവാൻ സാധിക്കും. ദീർഘകാലം ചെയ്യുമ്പോൾ അതിന് ആദായം വളരെ കൂടുതലായിട്ടാണ് കിട്ടുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിലെ 10 ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റിലയൻസ് ഗ്രോത്ത് 10,000 ഉറുപ്പിക വെച്ച് 10 വർഷം ചെയ്തപ്പോൾ 12 ലക്ഷം ഉറുപ്പികയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് 26.86% ആണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഗ്രോത്ത്. ഉണ്ടായതിനെ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ, ഗ്രോത്ത് ഉണ്ടായതിനെ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ 26.86 വന്നു. അപ്പോൾ 60 ലക്ഷം ഉറുപ്പികയായി മാറിയിരിക്കുന്നു. നമ്മൾ കൊടുത്ത 12 ലക്ഷം
10 വർഷം കഴിഞ്ഞപ്പോൾ 60 ലക്ഷമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇങ്ങനെ ചെയ്ത ഒരാൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും അയാൾ അതിൽ നിന്ന് 1% തിരിച്ചെടുക്കുകയും ചെയ്താൽ പ്രതിമാസം അദ്ദേഹത്തിന് 60,000 ഉറുപ്പ്യ കിട്ടുന്നു. ഈ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ മുമ്പ് എൻ്റെ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഇവിടെ ജീവിക്കുന്ന വ്യക്തി നിങ്ങൾ പ്രതിജ്ഞ ചെയ്തതുപോലെ 20% മിച്ചം വെക്കുകയും അത് നിക്ഷേപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇൻകം നാട്ടിൽ കിട്ടുവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗ്യാരണ്ടി അല്ല ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്ന കാലവും ഇങ്ങനെയാണെങ്കിൽ അത്രയോ അതിൽ കൂടുതലോ അതിൽ സ്വല്പം കുറവോ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് 10ാമത്തെ ഫണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ 21.97% കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ കൊടുത്തതിന് ശതമാനത്തിൽ അളന്നു നോക്കിയാൽ അത്ര കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ 12,43,500,000 ലക്ഷമായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നാട്ടിൽ ചെന്ന് 10 വർഷം കഴിഞ്ഞ് ഓരോ മാസവും 1% എടുക്കുകയാണെങ്കിൽ 43,500 ഉറുപ്പ്യ പ്രതിമാസം കിട്ടും. അതിന് ചെയ്യേണ്ടത് എന്താണ്? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നു മുതൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ 10 വർഷം നിങ്ങളിവിടെ ജീവിക്കുകയും ഇത്രയും ഒരു നിക്ഷേപം, ഏറ്റവും ചുരുങ്ങിയ പല നിക്ഷേപങ്ങളെ പറ്റി ഞാൻ പറയുന്നുണ്ട്, ഏറ്റവും നിസ്സാരമായ നിക്ഷേപം എങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തിരിച്ചു ചെന്നാൽ സുഖസന്തോഷത്തോട് ജീവിക്കാനുള്ളൊരു സംവിധാനം ഇതിൽ നിന്നുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏറ്റവും ദീർഘകാലം ചെയ്യുമ്പോൾ ആദായം കൂടുതൽ കിട്ടും. ഇപ്പോൾ നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞ് 26% മുതൽ 21% വരെയുള്ളത് കണ്ടു. 10% വരെ നിങ്ങൾക്കൊരു നിക്ഷേപത്തിൽ നിന്ന് ആദായം കിട്ടുമെങ്കിൽ 10 വർഷം ചെയ്യുമ്പോൾ 1000 ഉറുപ്പ്യ വെച്ച് ചെയ്യുമ്പോൾ 10 വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് 1,20,000 അത് 15% റിട്ടേൺ കിട്ടും. ഇത് നിങ്ങൾ പലിശയാണെന്ന് ധരിക്കരുത്. ഏത് നിക്ഷേപത്തെ ഒരു അളവുകോലിൽ അളക്കണം, അതിനാണ് പെർസെൻറ്റേജ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 1,20,000 2,78,000 ആകുന്നു. 20 വർഷമാകുമ്പോൾ 1000 ഉറുപ്പ്യ വെച്ച് ചെയ്യുമ്പോൾ 10 വർഷം കൊണ്ട് ചെയ്തതിൻ്റെ ഇരട്ടി നിങ്ങൾ അടച്ചിരിക്കുന്നു. അപ്പം നമുക്കൊരു ധാരണ ഉള്ളത് ഇതിൻ്റെ ഇരട്ടി ആവുമെന്നാണ് നമ്മളെ ധാരണ. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. 15 ലക്ഷമായി മാറുന്നു. ഏകദേശം ഈ സംഖ്യയുടെ 5 ഇരട്ടി ആയി മാറുന്നു, 5 ഇരട്ടിയിൽ കൂടുതലായി മാറുന്നു. അതേസമയം 30 വർഷമാണ് ഒരാൾ ചെയ്തതെങ്കിൽ നമ്മൾ വീണ്ടും ധരിക്കുക ഞാൻ 3 ഇരട്ടിയാണ് 30 വർഷം കൊണ്ട് ചെയ്തത്. അപ്പൊ ഈ സംഖ്യയുടെ 3 ഇരട്ടി വരും. പക്ഷെ സംഭവിക്കുന്നതോ 70 ലക്ഷമായി മാറുന്നു. ഇത് 15% വെച്ച് ചെയ്യുമ്പോഴാണ്. അതേ സമയത്ത് 20ഉം 26% ഉള്ളത് ചെയ്യുമ്പോൾ ഇതിലൊക്കെ എത്രയോ കൂടുതലാണ് വരുന്നത്. ഇതിന് ചെയ്യേണ്ടത് എന്താ? ഇവിടെ എത്രയോ ആളുകൾ 20 വർഷത്തിൽ കൂടുതലായവരാണ്. ആ 20 വർഷക്കാലത്ത് 1000 ഉറുപ്പ്യ ഓരോ മാസം മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ എത്ര ഉണ്ടാകുമായിരുന്നു? അങ്ങനെയാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകണം. ഈ കാര്യത്തിൽ പോലും 15 ലക്ഷം ആയ കാര്യത്തിൽ പോലും ഒരു ആള് നാട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിൽ നിന്ന് 1% തിരിച്ചെടുത്താലും ആ എമൗണ്ടിന് വളർച്ചയാണ് അവിടെ ഉണ്ടാവുന്നത്. 15% കിട്ടിയിട്ടുണ്ടെങ്കിൽ 12% 1% തിരിച്ചെടുക്കുമ്പോൾ ഒരു കൊല്ലത്തിൽ പോരുന്നുള്ളൂ. അപ്പോഴും 3% വളർച്ച ഉണ്ടാവുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ജീവിതം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ സാധിക്കും. പിന്നീട് കുറേയും കൂടെ കൂടുതൽ പൈസ 1000 ഉറുപ്പ്യ കൊണ്ട് തുടങ്ങാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു 19,000 ഉറുപ്പ്യ മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലാഭവിഹിതം, മൂല്യവർദ്ധനവ്, ബോണസ്, ഇങ്ങനെയുള്ള നേട്ടങ്ങളാണ് നമുക്ക് അതിൽ നിന്നുണ്ടാകുന്നത്. അതിനും പാൻ കാർഡ് വേണം. ഇലക്ട്രോണിക് രൂപത്തിൽ ഓഹരികൾ സൂക്ഷിക്കാനുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവണം. ട്രേഡിംഗ് അക്കൗണ്ട് വേണം. ഓഹരികൾ ബ്രോക്കറുടെ അടുത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, NRE അക്കൗണ്ട് അല്ലെങ്കിൽ NRO അക്കൗണ്ടും വേണം. അതിനോടൊപ്പം PIS അക്കൗണ്ട് എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സർവീസ് അക്കൗണ്ടും ഉണ്ടായിരിക്കണം. ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഭയം പാടില്ല, അത്യാഗ്രഹം പാടില്ല, ക്ഷമ വേണം. നഷ്ടം വരുത്താനല്ല നിക്ഷേപങ്ങൾ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അതിന് പറയാൻ പ്രധാന കാരണം 2008 മാർക്കറ്റ് ഇങ്ങനെ ഉയർന്നു 21,000 എത്തി. ആ സമയത്ത് ആളുകൾ വിചാരിച്ച് 25 എത്തുന്ന.
അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് താഴോട്ട് വന്ന് 8000 എത്തി. 8000 എത്തിയപ്പോൾ പല ആളുകളും മതി, നശിച്ചു, ഇതിൽ ചെയ്യില്ല, ഇനി ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല എന്നിട്ട് ഉള്ളത് കൊണ്ട് വിറ്റു. അപ്പോൾ 21,000 ഉണ്ടായിരുന്ന സമയത്തുള്ളതിൻ്റെ ഏകദേശം 1/3 8000 ആയപ്പോൾ വിറ്റപ്പോൾ കിട്ടിയുള്ളൂ. ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ, കാത്തിരുന്നെങ്കിൽ, കാര്യങ്ങൾ മാറി വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്ന ചെയ്യാതിരുന്നെങ്കിൽ വീണ്ടും 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും മാർക്കറ്റ് തിരിച്ചു വന്നു. അപ്പോൾ നല്ല വിലയ്ക്ക് വിൽക്കാമായിരുന്നു. അതാണ് അതിനുള്ള ഉദാഹരണം. അങ്ങനെ സ്വയം പഠിക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഈ വിഷയങ്ങളൊക്കെ സ്വയം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ബോണസ് റിക്കാർഡ്, ഡിവിഡൻഡ് റിക്കാർഡ്, ഉയർന്ന ബുക്ക് വാല്യൂ, കൂടിയ EPS, കുറഞ്ഞ PE റേഷ്യോ, ഉൽപ്പന്ന വിപണിയും ബ്രാൻഡ് മൂല്യവും ഉള്ള ഓഹരികളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കമ്പനികളൊക്കെ ആ തരത്തിൽപ്പെട്ട കമ്പനികളാണ്. ഈ കമ്പനികളുടെ BSE ഇൻഡെക്സിൽ സൈറ്റിൽ പോയിട്ട് ഓരോ വർഷവും ഉണ്ടാകുന്ന വ്യതിയാനം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും നല്ല വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് കുറഞ്ഞ സമയത്ത് നിങ്ങൾ വാങ്ങുകയും ആ വർഷം തന്നെ കൂടിയ സമയത്ത് വിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സാമാന്യം ഭേദപ്പെട്ട ആദായം നമുക്കിതിലും ഉണ്ടാക്കുവാൻ സാധിക്കും. ഊഹക്കച്ചവടം പാടില്ല. ഊഹക്കച്ചവടം എന്ന് പറയാൻ പലതരത്തിലും ചെയ്യാം. നമ്മളെ കയ്യിലുള്ള തുച്ഛമായിട്ടുള്ള സംഖ്യ കൊടുത്തുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ ഓഹരികൾ വാങ്ങുകയും അത് സ്വല്പം വില കൂടിയാൽ അതേ ദിവസമൊക്കെ വിൽക്കുകയും ഈ സാധനം നമ്മളുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ഉടമസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് വിൽക്കുകയും ചെയ്യുന്ന സംവിധാനത്തെയാണ് ഊഹക്കച്ചവടം എന്ന് പറയുക. ഓഹരിയിൽ അങ്ങനെ ചെയ്യുന്നതിനെ ഡേ ട്രേഡിംഗ് എന്ന് പറയും. NREയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. NREകൾക്ക് അത് ചെയ്യാൻ പാടില്ല, നിയമം അനുവദിക്കുന്നില്ല. അതേസമയം പലതിലും നമ്മൾ ഊഹക്കച്ചവടം ചെയ്യുന്നുണ്ട് ആളുകൾ. ഭൂമി വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? ഭൂമിക്ക് 1 കോടി റുപ്യയുടെ ഭൂമി 20 ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്നു. നമുക്ക് മേടിച്ച് തന്ന അതേ ബ്രോക്കർമാർ തന്നെ വേറൊരു വാങ്ങിക്കാൻ ഒരാളെ കണ്ടുപിടിക്കും. നമ്മൾ 1 സെന്റിന് 5 ലക്ഷം മേടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ 6 ലക്ഷത്തിന് 7 ലക്ഷത്തിന് മേടിക്കാൻ വേറെ ഒരാൾ മണിയടിച്ച് കണ്ടുപിടിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാളോട് പറയും, നിങ്ങളത് കയ്യിൽ വെച്ചാൽ മതി, നമുക്ക് വില കൂട്ടി വിൽക്കാമെന്നും പറയും സ്വകാര്യമായിട്ട്. എന്നിട്ട് എന്തു സംഭവിക്കും? കരാറ് മാറ്റിയെടുത്തുന്നു. അപ്പോൾ നമ്മൾ 20 ലക്ഷം മാത്രം കൊടുത്തതിന് എത്ര സെന്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടോ അതിൽ ഓരോ സെന്റിനും 1 ലക്ഷം വീതം വില കൂട്ടി വിറ്റപ്പോൾ നമുക്ക് ആദായം കിട്ടുന്നു. നമ്മളെ കയ്യിൽ ഈ സാധനം വന്നിട്ടില്ല. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതും ഊഹക്കച്ചവടമാണ്. ഇതും അനുവദനീയമായ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓഹരികളുടെ അത്ഭുതപ്പെടുത്തുന്ന ചില സത്യങ്ങളാണ്. ഇൻഫോസിസ് 1993 ഓഹരി ഇറക്കിയത്. അന്ന് ഇറക്കുമ്പോൾ ഒരു ഓഹരിയുടെ വില 95 ഉറുപ്പികയായിരുന്നു. അപ്പോൾ 100 ഓഹരി വാങ്ങിച്ചത് 9,500 ഉറുപ്പികക്കാണ്. ധാരാളം ബോണസ് കൊടുത്തിട്ട് ആ 100 ഷെയർ ഇപ്പോൾ 12,700 ഷെയറായി മാറിയിരിക്കുന്നു. ആ 12,700 അന്ന് നമുക്ക് കിട്ടിയ 100 കൂടി 12,800 ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഷെയർ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഇപ്പോഴത്തെ 9,500 മുടക്കിയ ആൾക്ക് കിട്ടുന്നത് 3,50,00,000 മാത്രമാണ്. ആരും അത്ഭുതപ്പെടേണ്ട, ഇത് ഇന്ത്യയിൽ നടന്ന സംഭവം. ഏഷ്യൻ പെയിന്റ് 1982 വന്നത്. 10 റുപ്യ വെച്ചിട്ട് 100 ഷെയർ എടുത്ത ആളെ കയ്യിൽ ഇപ്പോൾ ബോണസ് അടക്കം അദ്ദേഹത്തിന്റെ ആദ്യത്തെ 100 അടക്കം 1155 ഷെയറാണുള്ളത്. അന്നത്തെ 1000 ഉറുപ്യ ഇപ്പൊ 52 ലക്ഷമായിരിക്കുന്നു. മാത്രമല്ല 15 ലക്ഷത്തിൽ കൂടുതൽ ഡിവിഡൻഡും കിട്ടിയിരിക്കുന്നു. മുടക്കിയത് എത്ര? വെറും 1000. ITCയിൽ 1984 10 റുപ്യ വെച്ച് കിട്ടിയ 100 ഷെയർ ഇപ്പോൾ അന്നത്തെ 100ഉം പിന്നീടുണ്ടായ 19,100 ഷെയർ ബോണസും കൂടിയിട്ട് 19,700
200 മാറിയിരിക്കുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ വില 58 ലക്ഷം, 1000 റുപ്യ 58 ലക്ഷം ആയിരിക്കുന്നു. 15 ലക്ഷം റുപ്യ ഡിവിഡൻഡും കിട്ടിക്കഴിഞ്ഞു. ഡോക്ടർ റെഡ്ഡീസ് ലാബ് 1986 10 റുപ്യ വെച്ച് 1000 റുപ്യയുടെ ഷെയർ എടുത്തൊരു വ്യക്തിക്ക് ഇപ്പോൾ അന്നത്തെ 100 കൂടിയിട്ട് 9200 ഷെയറായി മാറിയിരിക്കുന്നു. 100 ഷെയർ, അതിൻ്റെ വില 1,75 ലക്ഷം റുപ്യ. ഡിവിഡൻഡ് കിട്ടിയത് 15 ലക്ഷത്തിൽ കൂടുതൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് ഓഹരി കമ്പോളത്തിൻ്റെ 1998 മുതൽ 2013 വരെയുള്ളതാണ് ഈ കാണുന്നത്. 2001 വേൾഡ് ട്രേഡ് സെന്റർ തകർത്തു. ആ സമയത്ത് മാർക്കറ്റ് കുത്തനെ താഴോട്ട് വന്നിട്ട് 2800 കൂപ്പുകുത്തി. പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് പോയി, വീണ്ടും താഴ്ന്നു, മുകളിലേക്ക് പോയി. ഇങ്ങനെ പല സംഭവങ്ങളും ഇതിലിടയ്ക്ക് സംഭവിച്ചു. 2008 21,000 എത്തി. ആ 21,000 എത്തിയത് അതേ വർഷം തന്നെ 8,000 കൂപ്പുകുത്തി. പിന്നീട് ഇതാ തിരിച്ചു വന്നു 20,000 എത്തിയിരിക്കുന്നു. മാർക്കറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ SIP എന്ന രൂപത്തിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്തപ്പോൾ ഈ താഴ്ന്ന സമയത്തൊക്കെ നമ്മൾ മേടിക്കുകയാണ്. ആ മേടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടുകയാണ്. ആ ഒരു ബെനിഫിറ്റും അല്ലാതെ ഉണ്ടാവുന്ന ഗ്രോത്തും രണ്ടും കൂടിയിട്ടാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് SIP എന്ന് പറയുന്നത് ഏറ്റവും റിസ്ക് കുറഞ്ഞ നിക്ഷേപ മാർഗമാണെന്ന് സൂചിപ്പിച്ചത്. സ്വർണം പലതരത്തിൽ നിക്ഷേപിക്കാം. ഇന്ത്യയിലെ സ്വർണ്ണ നിക്ഷേപം എന്ന് പറഞ്ഞ ഒരു ആവേശമാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നത് സ്വർണ്ണ ഇമ്പോർട്ടാണെന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ തെറ്റല്ല. കഴിഞ്ഞ വർഷം ഇന്ത്യ ഇമ്പോർട്ട് ചെയ്ത 1000 ടൺ സ്വർണമാണ്. 1000 ടൺ സ്വർണം. അതില് 3 കോടി ജനസംഖ്യയുള്ള 3% ജനസംഖ്യയുള്ള കൊച്ചു കേരളത്തിലേക്ക് 200 ടൺ സ്വർണം നമ്മൾ ഉപയോഗിച്ചു. 200 ടൺ, അതായത് മൊത്തം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതിൻ്റെ 20 ഇരട്ടി ഉപയോഗിച്ചത് നമ്മൾ മലയാളികളാണ് എന്ന് മനസ്സിലാക്കുക. 20% നമ്മളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ജനസംഖ്യ 3% ഉള്ളൂ. നമ്മളത് മനസ്സിലാക്കുക. മാത്രമല്ല, നമ്മൾ ആഭരണമായിട്ടാണ് അധികം സ്വർണം മേടിക്കാറ്. സ്വർണത്തിന് വില കൂടുമ്പോൾ വലിയ ആവേശം, സ്വർണ്ണക്കടയിലൊക്കെ ഭയങ്കര തിരക്കാപ്പോൾ. ആ ആവേശം ഉൾക്കൊണ്ട് നമ്മൾ മേടിക്കുന്ന മുഴുവൻ ആഭരണമാണ്. ഈ ആഭരണം വാങ്ങിച്ചിട്ട് അത് എപ്പോഴെങ്കിലും പണമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ച് വിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഗുണമൊന്നും നമുക്ക് അനുഭവത്തിൽ കിട്ടില്ല. കാരണം പണിക്കൂലി മറ്റുള്ളതൊക്കെ പോയി കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ സ്വർണ്ണ നാണ്യമായിട്ടോ സ്വർണ്ണ ബാറായിട്ടോ നിക്ഷേപിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അത് സൂക്ഷിക്കൽ ഏറ്റവും റിസ്ക്കാണ്. എന്നതുപോലെ നാട്ടിലേക്ക് കൊണ്ടുപോകലും റിസ്ക്കാണ്. 1967 നിയമപ്രകാരം ഒരു പുരുഷന് 3 ഗ്രാം സ്വർണമേ ന്യായമായിട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്നുള്ളൂ. സ്ത്രീക്ക് 7 ഗ്രാം സ്വർണമേ കൊണ്ടുപോകാൻ അനുവദിക്കുന്നുള്ളൂ. അത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്, കാരണം എല്ലാവരെയും അല്പം സ്വല്പം സ്വർണം ഉണ്ടാവും, അതിങ്ങനെ എയർപോർട്ടിൽ പോയി കഷ്ടപ്പെടുത്തുന്ന പ്രശ്നം കണ്ടപ്പോൾ അത് മാറ്റണം. ഇത് ഏറ്റവും ചുരുങ്ങിയത് പുരുഷന്മാർക്ക് ഒരു 50 ഗ്രാമും സ്ത്രീകൾക്ക് 100 ഗ്രാമും കൊണ്ടുപോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനിൽ പ്രവാസി ബന്ധു ഒരു റെപ്രസെൻറ്റേഷൻ അയച്ചിരുന്നു. നിങ്ങളിൽ പലരും അതിൽ സൈൻ ചെയ്തുകൊണ്ട് 5000 ആളുകൾ അതിൽ സൈൻ ചെയ്യുകയും ആ റെപ്രസെൻറ്റേഷൻ ഫിനാൻസ് മിനിസ്റ്റർക്കും പ്രധാനമന്ത്രിക്കും എല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ബഡ്ജറ്റിൽ ഒരുപക്ഷെ എന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാണ്യവും ബാറും നാട്ടിലേക്ക് കൊണ്ടുപോയി വളരെ അപകടമാണ്. സ്വർണം കൊണ്ടുപോകുമ്പോൾ ഒരു റാൻഡം ചെക്കിങ്ങേ അവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെക്ക് ചെയ്ത് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഇതിന് ടാക്സ് കൊടുക്കേണ്ടതായി വരും. ATF എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. 1 ഗ്രാം സ്വർണം പോലും നമുക്ക് ഓഹരി വാങ്ങിക്കുന്നത് പോലെ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റും. അങ്ങനെ മേടിക്കുമ്പോൾ പണിക്കൂലി നഷ്ടപ്പെടില്ല,
അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല, സൂക്ഷിക്കാൻ ഒരു പ്രശ്നവുമില്ല. നമുക്ക് കടലാസ് രൂപത്തിലാണ് അത് സൂക്ഷിക്കുന്നത്. അത് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ്. അതിനും ഓഹരികൾ മേടിക്കാനുള്ള സംവിധാനം അതിനുണ്ടായിരിക്കണം. പിന്നീടുള്ളത് ഗോൾഡ് ഫണ്ടാണ്. ഗോൾഡ് ഫണ്ട് എന്നാൽ ATF നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടാണ്. ഓഹരികളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടിന് പകരം ATF നിക്ഷേപിക്കുന്ന ഫണ്ടാണ് ഈ പറയുന്നത്. ഇതും SIP ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം കേരളത്തിലെ സ്വർണ്ണ സമ്പത്ത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തില് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എത്രയാണ്? കേരളത്തിൽ 200 ടൺ. സ്ത്രീകളുടെ ജനസംഖ്യ 1,65,00,000 കേരളത്തിലെ ജനസംഖ്യ 1,65,00,000 സ്ത്രീകൾ. അതിൽ 30 ലക്ഷത്തിന്റെ കയ്യിൽ 50 പവൻ സ്വർണം ഉണ്ടെങ്കിൽ അതിന്റെ തൂക്കം 1200 ടണ്ണാണ്. ഇന്ത്യ ഒരു വർഷം ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂടുതലാണ് അതിന്റെ തൂക്കം. വെറും 30 ലക്ഷത്തിന്റെ കയ്യിലുണ്ടെങ്കിലാണ് ഞാൻ പറയണത്. അതിന്റെ ഇന്നത്തെ വില 1200 ടണ്ണിന്റെ ഇന്നത്തെ വില 3,45,000 കോടിയാണ്. കേരളത്തിന്റെ ബഡ്ജറ്റ് 40,000 താഴെയാണ്. ഇതിന്റെ 25% മുസ്ലിം പോപ്പുലേഷൻ 25% കേരളത്തില്. അപ്പോൾ 86,250 കോടി റുപ്യയുടെ സ്വർണം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കയ്യിലുണ്ട്. അതിന് 2.5% സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം 2,156 കോടി റുപ്യ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തില് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യരും ഉണ്ടാവില്ല, വീടില്ലാത്തൊരു മനുഷ്യരും ഉണ്ടാവില്ല, രോഗം വന്ന് ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യരും ഉണ്ടാവില്ല. അത് ഉള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വേണ്ടതുപോലെ സ്വർണത്തിന് സക്കാത്ത് കൊടുക്കുന്നില്ല എന്നാണ്. സ്വർണത്തിന്റെ 1980 ഇറാൻ ഇറാഖ് വാർ നടന്നപ്പോൾ $750 സ്വർണത്തിന്റെ വില വർദ്ധിച്ചു. പിന്നീട് താഴോട്ട് വന്നു. പിന്നീട് 82 മുതൽ 2006 വരെ 250-നും 450-നും ഇടയിലായിരുന്നു സ്വർണത്തിന്റെ വില. ഇത്രയും ദീർഘകാലം. 2006 മുതലാണ് മേലേക്ക് പോക്ക് തുടങ്ങിയത്. 2003 മുതലുള്ള കഥ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 320 ആയിരുന്നു. 2003 ഇവിടെ 320 ആയിരുന്നു വില 10 വർഷം മുമ്പ്. ആ വില ഇപ്പോൾ എത്തിയപ്പോ ഭയങ്കര വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ 1900 എത്തിയപ്പോ 300 1900 ആയി കഴിഞ്ഞു. അത് പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ വലിയ ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് നൈമിഷികമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എത്ര കാലം നിലനിൽക്കും എന്ന് പറയാൻ, ലോകത്തിലെ ഏറ്റവും ഉപയോഗശൂന്യമായ വസ്തു സ്വർണമാണ്. ആയുർവേദ വൈദ്യന്മാർ ഭസ്മം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൂ. മറ്റുള്ളതൊക്കെ ഫോം മാറ്റുകയാണ്. ജ്വല്ലറി ബ്ലോക്കാക്കി മാറ്റുന്നു, ബാറാക്കി മാറ്റുന്നു, വീണ്ടും അത് ജ്വല്ലറി ആക്കി മാറ്റുന്നു, മറ്റുള്ള കാര്യങ്ങളാക്കി മാറ്റുന്നു. ഈ ലാപ്ടോപ്പിൻ്റെ ഒക്കെ ടെർമിനൽസിന് ചെറിയ തോതിൽ പൂശാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതും റീക്ലൈം ചെയ്തെടുക്കും. ലോകത്തിൽ മനുഷ്യൻ സ്വർണം കണ്ടുപിടിച്ച കാലം മുതൽ ഉണ്ടായിട്ടുള്ള സ്വർണം മുഴുവൻ മനുഷ്യരുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ ഭൂമിയിലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് ചെയിനോ റിങ്ങോ ഒക്കെ വീണു പോവില്ലേ, അപ്പം ഭൂമിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വസ്തുവാണ് ഇത് സാധനം എന്ന് ഉപയോഗിക്കുക. എന്നെങ്കിലും ഇതിന് താഴെ ഗതി ഉണ്ടെങ്കിൽ 1980 നിന്ന് കുത്തനെ താഴോട്ട് വീണതുപോലെ ഏത് സമയത്തും സംഭവിക്കാം. റിസ്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്, ചുരുക്കത്തിൽ പറഞ്ഞാൽ, SIP രൂപത്തിൽ എല്ലാ മാസവും കടലാസ് രൂപത്തിലോ മറ്റോ നിക്ഷേപിക്കുന്നതായിരിക്കും നന്നായിരിക്കുക. കൃഷിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വളരെ നല്ലതാണ്. അത് കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. കുടുംബത്തിൽ പച്ച കാണാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ഇപ്പോൾ നമുക്കുള്ളത്.
നമ്മുടെ വീടിൻ്റെ പരിസരം മുഴുവൻ ഉള്ള വൃക്ഷലതാദികളൊക്കെ ഇല വീണ് വൃത്തികേടാക്കും. അതടിച്ച് വൃത്തിയാക്കാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുക കോൺക്രീറ്റ് ഇടുക ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതോ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം അവിടെ നിൽക്കരുത്, തോട്ടിലേക്കോ പുഴയിലേക്കോ ഒഴുകിപ്പോകണമെന്നും നമുക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ മഴ തോർന്നു കഴിഞ്ഞാൽ പൈപ്പിൻ്റെ മുമ്പിൽ തപസ്സിരിക്കുന്ന മലയാളികളെയാണ് നമ്മൾ കാണുന്നത്. വർഷത്തിൽ 6 മാസം സുഭിക്ഷമായി മഴ കിട്ടിയിട്ടും വെള്ളത്തിന് വേണ്ടി കെഞ്ചുന്ന മലയാളികളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ചുറ്റുഭാഗത്തും കൃഷി ചെയ്യാൻ എത്ര ചെറിയ സ്ഥലമാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഫലവൃക്ഷങ്ങളും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും നമ്മളെ വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുകയും നമുക്കൊരു കിണറുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ മഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തെ സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം വേടുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോഴൊരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഫലവൃക്ഷങ്ങൾ പുതിയ നമ്മളിവിടെ കിട്ടുന്ന ദുരിയാൻ, അതുപോലെ മാംഗോസ്റ്റീൻ, ഇങ്ങനെയുള്ള ഫലങ്ങൾ തരുന്ന വൃക്ഷത്തൈകൾ ഇന്ന് നാട്ടിൽ കിട്ടും. 150ഓളം നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ ഫലവൃക്ഷങ്ങളുടെ തൈകൾ ഇന്ന് ലഭ്യമാണ്. നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തും വെക്കാൻ സാധിക്കും. എന്നതുപോലെ വീട്ടിൻ്റെ ടെറസിൽ പോലും ഡൽഹിയിൽ കൃഷി എന്തെന്നറിയാത്ത മനുഷ്യരാണ് എല്ലാ വീട്ടിൻ്റെ ടെറസിലും ഇന്ന് കൃഷി ചെയ്ത് പച്ചക്കറി കൃഷി ചെയ്ത് ശുദ്ധമായ പച്ചക്കറി വാങ്ങിക്കഴിക്കുന്നത്. മലയാളിയുടെ യോഗം എന്താണെന്ന് പറഞ്ഞാൽ തമിഴര് എല്ലാവിധ വിഷം പരട്ടിയിട്ടുള്ള പച്ചക്കറി മേടിച്ച് തിന്ന് രോഗികളാവാനാണ് നമുക്ക് വിധി. അത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന, ആദ്യം നമ്മൾ കൃഷി തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. പിന്നീട് സംഘടിതമായി കൃഷി ചെയ്യാം. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ തുടങ്ങിയത് തമിഴ്നാട്ടിൽ പോയിട്ട് ഈത്തപ്പന കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ചെയ്തതുകൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ് എല്ലാവിധ സഹായം കൊടുത്ത് വളരെ ലാഭകരമായിട്ട് നടക്കുന്നു. അങ്ങനെ പലതരം കൃഷികളും ചെയ്യാനുള്ള അതായത് കേരളത്തിലെല്ലാം ഉമ്മയുടെ മുലപ്പോലും ശ്വസിക്കുന്ന വായു ഒഴികെ മുഴുവൻ പുറത്തുനിന്ന് വരണം നമ്മൾ ഉപയോഗിക്കുന്ന. ഇതെല്ലാം കേരളത്തിൽ ഉണ്ടാക്കാനുള്ള അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. ഭൂമി പ്രതിശീർഷ ഭൂലഭ്യത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ആയതുകൊണ്ട് ഭൂമിയുടെ വില വർദ്ധിക്കും. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായി ഭൂമി മേടിച്ചിടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ലൊക്കേഷനിൽ വാങ്ങിക്കുന്നതും നന്നായിരിക്കും. പക്ഷെ അതുകൊണ്ട് തിരിച്ച് ചെയ്യുന്ന ജീവിക്കാൻ പറ്റില്ല. അത് വിറ്റ് പണമാക്കിയിട്ട് മറ്റോ ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഓരോ കഷ്ണം മുറിച്ച് അതിൽ നിന്ന് എടുത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കെട്ടിടം നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുക്കൽ നമ്മുടെ വടക്കൻ ഭാഗങ്ങളിലുള്ള കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സ്ഥിരം ആക്ടിവിറ്റിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 5% കൂടുതൽ അതിന് റിട്ടേൺ കിട്ടില്ല. പണിയെടുക്കാതെ ബുദ്ധിമുട്ടാതെ വരുമാനം കിട്ടാനുള്ള മാർഗം എന്നുള്ള നിലക്കാ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഇന്നത്തെ വിലയും അത് നിർമ്മിക്കാൻ വന്ന ചെലവും രണ്ടും കൂടെ കണക്കുകൂട്ടിയാൽ അതാണ് ക്യാപിറ്റല്. അതിന് 5% പോലും കിട്ടില്ല. ഞാൻ കോഴിക്കോട് ഏറ്റവും നല്ലൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ മുടക്കിയ മുതലിൻ്റെ 5% ഞാൻ വാടകയ്ക്ക് കൊടുത്താൽ കിട്ടില്ല. കൊച്ചിയിലും കിട്ടില്ല, കോഴിക്കോടും കിട്ടില്ല, തിരുവനന്തപുരത്തും കിട്ടില്ല. എന്നാലും നമ്മുടെ ആളുകൾ പലരും ചെയ്യുന്നത് അതാണ്. പകരം ബിൽഡിംഗ് ഉണ്ടാക്കി ഔട്ട്റൈറ്റ് ആയിട്ട് സെല്ല് ചെയ്യണമെങ്കിൽ ലാഭകരമായിരിക്കും. കച്ചവടം വളരെ നല്ല കാര്യമാണ്. കച്ചവടം ചെയ്യുമ്പോൾ പങ്കാളികൾ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള രേഖ ഉണ്ടായിരിക്കണം. ആ രേഖ വെച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ അത്യാഗ്രഹം പാടില്ല, ക്ഷമ വേണം, പ്രൊഫഷണലിസം വേണം. പണം മുടക്കിയ ആളുടെ വളരെയധികം ശ്രദ്ധ കച്ചവടത്തിൽ വേണം. ഒരു കപ്പലാണെങ്കിലും ഒരു ദ്വാരം ഉണ്ടായാൽ മുങ്ങിപ്പോകുന്നു പറയുന്നത് പോലെ ഒരു കച്ചവടത്തിൽ നിന്ന് ചോർന്നു പോയാൽ ഏത് കച്ചവടവും തകരും. ചെറുകിട വ്യവസായം പലതും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിന് അനുയോജ്യമായത് പോൾട്രി ഫാം, റാബിറ്റ് ഫാം, ഫുഡ് പ്രോസസ്സിങ്, റബ്ബർ പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ്, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ സ്ത്രീകൾക്ക്, പ്രവാസികളുടെ ഭാര്യമാർ അധികവും നാട്ടിലാണ്, അവർക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ബ്യൂട്ടി പാർലർ, ടൈലറിങ്,
ഡാറ്റ എൻട്രി, ട്യൂഷൻ, കാറ്ററിംഗ്, ചെടി വളർത്തി വിൽക്കൽ, ഇങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കോഴിക്കോടൊക്കെ ധാരാളം വീടുകളിൽ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ചട്ടിപ്പത്തിരി, ഉന്നക്കായ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാൾ ചീപ്പിൽ നമുക്ക് കിട്ടുന്നു, ശുദ്ധമായ സാധനങ്ങൾ കിട്ടുന്നു, ആ കുടുംബത്തിൻ്റെ ജീവിതമാർഗം ആയിരിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് വലിയ സംരംഭമായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഏറ്റു പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഞാൻ ഇതുവരെ ശ്രവിച്ച ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാരം മിതവ്യയശീലം ജീവിത രീതി ആക്കുമെന്നും അനാവശ്യമായതും നിർബന്ധമല്ലാത്തതുമായ ഒരു ചെലവുകളും ചെയ്യുകയില്ലെന്നും എനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് 20% എല്ലാ മാസവും എൻ്റെ കുടുംബത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി സമ്പാദിക്കുമെന്നും പ്രസ്തുത സമ്പാദ്യം എല്ലാ മാസവും ഉപകാരപ്രദമായ നിക്ഷേപമാക്കി മാറ്റുമെന്നും എൻ്റെ സമ്പത്തിൽ നിന്ന് അർഹരായവർക്ക് ദാനധർമ്മങ്ങൾ നൽകുമെന്നും ഈ സദസ്സിനെ സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ഇങ്ങനെ ഒരു കാര്യം ദയവ് ചെയ്തിരിക്കുക. എല്ലാവരും ഇങ്ങനെ സംഘടിപ്പിച്ച, എന്നെ വിളിച്ചു വരുത്തി ഈ ക്ലാസ് ഇത്രയും നല്ലൊരു സദസ്സിൻ്റെ മുമ്പിൽ, സഹോദരി സഹോദരങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവസരം നൽകിയ ഫോക്കസിൻ്റെ സാരഥികൾക്കും ഇത്ര ക്ഷമയോടുകൂടി കേട്ടിരുന്ന സഹോദരി സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞാനിത് ചെയ്യുന്നത് ഒരു ജീവിത ദൗത്യം എന്നുള്ള നിലയ്ക്കാണ്. ഇത് ചെയ്യുവാനുള്ള ശക്തിയും ആരോഗ്യവും, അതുപോലെ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവം തമ്പുരാൻ്റെ എല്ലാവിധ പ്രതിഫലവും ലഭിക്കുവാൻ വേണ്ടി നിങ്ങളൊക്കെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ ഒരു സംഘടനയിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥന സർവശക്തനായ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ ഉണ്ടായിരിക്കും. എൻ്റെ ഇവിടുത്തെ നമ്പർ 583 13 99 59 583 13 99 59. UAE നമ്പർ 971506467 എൻ്റെ ഇമെയിൽ ID kvshams@gmail.com. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.